നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഡിസൈനർ ആണെന്ന് വെക്കുക. നിങ്ങളോട് ഒരു ക്ലയന്റ് വന്നിട്ട് പറയുകയാണ്, ഒരു പർട്ടിക്കുലർ ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് തരണം, ഒരു മെഷീനറി ഡിസൈൻ ചെയ്ത് തരണം, ഒരു പർട്ടിക്കുലർ ടൂൾ ഡിസൈൻ ചെയ്ത് തരണം, എന്തെങ്കിലും തരത്തിലുള്ള ഡിവൈസ് ആയിക്കോട്ടെ. ഇത് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് തരാൻ നിങ്ങളോട് പറയുമ്പോൾ അയാളുടെ സ്വപ്നത്തിൽ നിന്നും ഇമാജിനേഷനിൽ നിന്നുമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, ഒരുപക്ഷെ ചിലപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ട് അതുപോലെ എനിക്ക് ചെയ്തു തരണം. ആകാശത്തൂടെ ഒരു വലിയ ഒരു പാലം പണിത് തരണം. ഈ പാലത്തിന് മേളിൽ കൂടെ പോകാനുള്ളത് ഇപ്പോൾ പിക്ചർ നിങ്ങൾ കാണുന്നത് പോലെയുള്ള ട്രെയിനാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വലിയ ഹെവി ലോഡുകളാണ് പോകേണ്ടത്. അപ്പോൾ ആ ലോഡുകൾ സഞ്ചരിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, പണിയേണ്ട സ്ഥലം ഇതാണ്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഇമാജിനേഷന് കൂടെ കിട്ടിയെന്നിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു എം സിഗ്മ ഗോകുലത്തിൻ്റെ ഒരു റീല് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ റീലിൽ നമ്മൾ ചൈന ഒരു ഡാം കിട്ടുന്ന കഥ ഞാൻ ഇരുന്ന് പറയുന്നുണ്ട്, ബ്രഹ്മപുത്ര റിവറിൽ. അപ്പം അതൊരു ഭയങ്കര ചലഞ്ചിങ് പ്രൊജക്റ്റാണ് വരാൻ പോകുന്നത്. ബ്രഹ്മപുത്ര തന്നെ വളരെ വലിയ ഒരു നദിയാണ് അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ നദികളുടെ ഗണത്തിൽ പെടുന്ന ഒരു നദിയാണ്. അവിടെ അതിന് കുറുകെ ഒരു പാലം, അതും ടിബറ്റൻ ഒരു പ്ലാറ്റ്യൂവിൽ വളരെ ഹൈ എർത്ത്ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര വോളിയം ഓഫ് വാട്ടർ വേണം, വാട്ടർ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ വേണം അവിടെ ചെയ്യാൻ. അപ്പോൾ എർത്ത്ക്വേക്ക് ഫോഴ്സസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൻ്റെ പ്രഷർ, അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള വെള്ളത്തിൻ്റെ പ്രഷർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിസൈനേഴ്സ് ഇതുപോലത്തെ എന്തെങ്കിലും കൺസ്ട്രക്ഷണൽ വർക്ക് ആയിക്കോട്ടെ, മെഷീൻ ഡിസൈൻ ആയിക്കോട്ടെ, നിങ്ങൾ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയർ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ വീണ്ടും സ്പെഷ്യലൈസ് ചെയ്യും അല്ലേ. സിവിൽ എഞ്ചിനീയേഴ്സ് ചിലപ്പോൾ അർബൻ ഡിസൈനിലേക്കും ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിലേക്കും ഒക്കെ പോയെന്ന് വരാം. അതുപോലെ തന്നെ ആർക്കിടെക്ചറിലേക്ക് തിരിഞ്ഞെന്ന് വരാം. അതുപോലെ മെക്കാനിക്കലുകാർ മെഷീൻ ഡിസൈനിൽ നിന്ന് വീണ്ടും അവർ ടൂൾ ഡിസൈൻ, ഓരോരോ ഡിവൈസസിലേക്കും മെക്കട്രോണിക്സിലേക്കും ഒക്കെ പോയെന്ന് വരാം. അതുപോലെ ഈവൻ മെഡിക്കൽ സയൻസിലും അല്ലെ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിനകത്തും ഒക്കെ ബയോ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില അപ്പാരറ്റസുകൾ, അതിനകത്ത് വരുന്ന മെക്കാനിക്കൽ പ്രോസസ്സുകൾ, ആ പ്രോസസ്സുകൾ വരുമ്പോഴത്തേക്ക് അവിടെ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടാം കുറയാം, അല്ലെ ഫിസിക്കൽ ഫോഴ്സസ് വരാം. അപ്പം ഇതിനെയൊക്കെ ഇപ്പം ഞാനീ പറഞ്ഞ എല്ലാ ഗണവും നമ്മൾ നോക്കുക. അപ്പോൾ ആദിമ മനുഷ്യൻ മുതൽ ഇന്നത്തെ കാലത്തെ മനുഷ്യൻ വരെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അവൻ പലതും ഡിസൈൻ ചെയ്ത് എടുത്തു അല്ലേ, ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ യാത്രയിൽ ഉടനീളം പല എവല്യൂഷൻസ് നടന്നിട്ടുണ്ട്. ആദ്യം ചെയ്തതൊക്കെ ചിലപ്പോൾ നിന്നിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് അതൊന്നും പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് അതിനൊക്കെ വീണ്ടും മോഡിഫൈ ചെയ്തു, റീഡിസൈൻ ചെയ്തു, വീണ്ടും 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 പുതിയ പുതിയ ഫോംസിലേക്ക് വന്നെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ഏതൊരു പ്രോജക്റ്റിലും ഡിസൈനിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് മുമ്പായിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്വപ്നത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഡിസൈനിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നൊരു ചോദ്യം അല്ലേ, ഇങ്ങനൊരു ചോദ്യം ആദ്യമുണ്ട്. എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, അവിടെ വരാനുള്ള ഫോഴ്സസ് അല്ലേ, അവിടെ വരാൻ സാധ്യതയുള്ള ഫോഴ്സസ് ആയിക്കോട്ടെ, മൊമെൻറ്റ്സ് ആയിക്കോട്ടെ, ഡിഫ്ലക്ഷൻസ് ആയിക്കോട്ടെ, വൈബ്രേഷൻസ് ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ പല വകയായിട്ടുള്ള സ്റ്റിമുലസ് അവിടെ വരാം അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഈ കേസിൽ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഫോഴ്സസിനകത്ത് തന്നെ ഒരുപാട് വീണ്ടും ഫർദർ ഫോഴ്സസ് ഉണ്ട്. ഫോഴ്സസ് ഏതൊക്കെ ഫോഴ്സസ് വരാം, ഫോഴ്സസ് വേണമെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് വേണമെങ്കിൽ വരാം, ടെൻസൈൽ, അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് വേണമെങ്കിൽ വരാം, കംപ്രഷൻ. അപ്പോൾ ടെൻസൈൽ വരാം, കംപ്രഷൻ വരാം, അല്ലെങ്കിൽ ബെൻഡിങ് ഫോഴ്സ് വരാം, ബെൻഡിങ് അല്ലേ, ബെൻഡിങ് വരാം, പിന്നെ വിൻഡ് ഫോഴ്സസ് വരാം, എർത്ത്ക്വേക്ക് ഫോഴ്സസ് വരാം, എന്തെല്ലാം ടൈപ്പ് ഫോഴ്സസ് വരാം, ഒരുപാട് വെറൈറ്റി ഫോഴ്സസ് വരാം. അപ്പം നമ്മൾ ഇതിനെല്ലാം എക്സ്പെക്ട് ചെയ്യണം. ഇതൊക്കെ വന്നാലും ഈ സ്ട്രക്ചർ കേളൻ കുലുങ്ങാൻ പാടില്ല. അപ്പോൾ നമുക്കുള്ളതിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള വാർഫെയർ യൂസ് ചെയ്യുന്ന ടാങ്കറുകൾ വന്നു നിന്നാലും നമ്മുടെ പാലങ്ങൾ പൊളിയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, പാലങ്ങളുടെ ഡിസൈനിൽ നമ്മളത് AAA ലോഡിംഗ് ഡിസൈനൊക്കെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലോഡിങ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പം എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവണം ഡിസൈന് മുമ്പ്. ഫർദർ ഈ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യുന്നത് പോലെ എന്താണ് വരാൻ പോകുന്നത്, അതിൻ്റെ ഏറ്റവും വേസ്റ്റ് കോമ്പിനേഷനെ പോലും റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രക്ചർ നമുക്ക് പണിതെടുക്കണം. അപ്പോൾ വാട്ട് കുഡ് ബി ഡൺ, എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റൈറ്റ് മെറ്റീരിയൽ ചൂസ് ചെയ്യണം, ശരിയല്ലേ. ഓക്കെ, നമുക്ക് ഒരു സ്ലാബ് ഉണ്ടാക്കണമെങ്കിൽ ആ സ്ലാബ് തുണി കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല അല്ലേ, ബ്രിഡ്ജ് തുണി കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല, അല്ല ഇതുപോലൊരു തെർമോകോൾ പീസ് കൊണ്ട് നമുക്ക് പാലം പണിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒന്നെങ്കിൽ സ്റ്റീൽ, അല്ലെങ്കിൽ കോൺക്രീറ്റ്, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള പഴയ മനുഷ്യർ ടിമ്പർ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലേ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ റൈറ്റ് മെറ്റീരിയൽ, ഇനി ആ റൈറ്റ് മെറ്റീരിയലിനെ തന്നെ
വേണമെങ്കിൽ ബീമുകൾ അതാ ഇങ്ങനെയും കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പറഞ്ഞു, ചിലപ്പോൾ ബീമുകളെ ഇങ്ങനെ എടുത്ത് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ, ഏറ്റവും മികച്ചത് ഇതാണോ ബീമിൻ്റെ ഓറിയൻറ്റേഷൻ നല്ലത്, ഇത് തന്നെയാണ്. കാര്യം ഡെപ്താണ് കൂടുതൽ, കാരണം ബെൻഡിങ്ങും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ബെൻഡിങ് ആണ്. അപ്പോൾ ഇങ്ങനെ വെക്കാൻ പോയി കഴിഞ്ഞാൽ ആ പടയേന്ന് ബെൻഡ് ചെയ്ത് പോകും. അതുണ്ടാവാതിരിക്കാൻ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഓറിയൻറ്റേഷനും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പൈസ സേവ് ചെയ്യും അല്ലേ, നല്ല ബെറ്റർ ഓറിയൻറ്റേഷൻ. അപ്പോൾ റൈറ്റ് മെറ്റീരിയൽ, റൈറ്റ് ക്രോസ് സെക്ഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്. റെക്റ്റാങ്കിൾ തന്നെ വേണോ, അതോ ഐ സെക്ഷൻ വേണോ, സി സെക്ഷൻ വേണോ, ആംഗിൾ സെക്ഷൻ വേണോ? അപ്പോൾ റൈറ്റ് ക്രോസ് സെക്ഷൻ, റൈറ്റ് ഓറിയൻറ്റേഷൻ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും? അതിനുള്ള ക്രോസ് സെക്ഷൻ ഏത് വേണം, റെക്റ്റാങ്കുലർ വേണോ, സർക്കുലർ വേണോ, ഐ സെക്ഷൻ വേണോ, റൈറ്റ് ഓറിയൻറ്റേഷൻ. ഇനി ഇതിനെ തന്നെ എങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണോ, ഇങ്ങനെ വെക്കണോ? അപ്പോൾ പല വകയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഗെയിൻ ഡിസൈനിനകത്തും വരുന്നുണ്ട് അല്ലേ. അപ്പം ഡിസൈനിന് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനെ നമ്മൾ സംഭവം സോൾവ് ചെയ്യണം. അപ്പം ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിനിമയിൽ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഞാൻ എല്ലായ്പ്പോഴും ഓർക്കുന്നതാണ്, മിഥുനം എന്നൊരു സിനിമയുണ്ട്, പഴയ ഒരു സിനിമയാണ്, മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമ. അപ്പോൾ അതിനകത്ത് ഒരു സ്വാമിയായിട്ട് നെടുമുടി വേണു എന്ന് പറയുന്ന ഒരു നടനാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ഉടക്ക് സ്വാമി എന്ന് പറയുന്ന നെടുമുടി വേണു ഒരു തേങ്ങയും പിടിച്ച് കുലുങ്ങി നിൽക്കുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ജഗദീഷ് ശ്രീകുമാർ എന്നൊരു റോളുണ്ട്, തേങ്ങ ഉടക്കി സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ പുള്ളിയുടെ ഒപ്പം തന്നെ തുള്ളുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ഒന്നും എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും കുലുങ്ങാനെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഉണ്ട്. അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ടെൻഷനിലുള്ളവരുണ്ട്, സർപ്രൈസ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്, അമ്പരന്ന് നിൽക്കുന്നവരുണ്ട്. അപ്പം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനത്തെ പല പല സിനിമകൾ കാണുമ്പോൾ എന്തൊരു ആപ്റ്റ് കാസ്റ്റിംഗ് ആണ് തോന്നുന്നത്. കാര്യം ആ ക്യാരക്ടറിന് അതിലും നല്ലൊരു മുഖം ഇല്ല, അതിലും നല്ലൊരു രൂപവും ഭാവവും മറ്റൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, അത്ര സുന്ദരമാണ്. അപ്പോൾ ഇങ്ങനെ മിഥുനത്തിലെ ആ ഒരു സീൻ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് സിനിമകളിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ക്യാരക്ടർ അല്ലെ എത്ര പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് നമുക്ക് തോന്നും പലപ്പോഴും. അപ്പം ഇത് റിയൽ ലൈഫിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മളിടുന്ന ഈ ഷർട്ട് എന്തുകൊണ്ട് ഈ ക്ലോത്ത് മെറ്റീരിയൽ, ഈ മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, ഞാനല്ല യൂസ് ചെയ്തത് അല്ലേ, ഇത് മാനുഫാക്ചർ ചെയ്യുന്നവർ എന്തുകൊണ്ട് ഓരോന്നിനും അതിന് പറ്റുന്ന ഏറ്റവും യോജിച്ച മെറ്റീരിയലിലേക്ക് തന്നെ എങ്ങനെ വന്നു? ഒരു കാൽക്കുലേറ്റർ ആണെങ്കിൽ അതിനൊരു മെറ്റീരിയൽ ഉണ്ട് അല്ലേ, ഒരു ഫോൺ ആണെങ്കിൽ അതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഉണ്ട്. എൻ്റെ സ്പെക്സ് നോക്കൂ, അതിനൊരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വരാൻ പോകുന്ന ഫോഴ്സ്, വാട്ട് ഈസ് ടു ബി എക്സ്പെക്റ്റഡ് എന്ന് ഡിസൈനർ കണ്ടു, മനസ്സിലായി. ഇത് പിടിച്ച് ഒരാൾ ഇതാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കാനുള്ളതാണെന്ന് അയാൾ കണ്ടു അല്ലേ. ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ചെറിയ മൂവ്മെൻറ്റ്സ്, മുഖമൊക്കെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇത് ഫ്ലെക്സിബിൾ ആയിട്ട് വളഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഒബ്വിയസ്ലി ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ വലിച്ചു ഊരുവായിരിക്കാം. അപ്പോൾ ഇവിടെ ഇതിനൊരു പർട്ടിക്കുലർ ഹാർഡ്നെസ് ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പം കുറേ അധികം കാര്യങ്ങൾ ചുറ്റുമുള്ള എല്ലാറ്റിലും ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഈ പർട്ടിക്കുലർ മെറ്റീരിയലിനെ തന്നെ ഇവിടെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്തിനാണ് ഈ പർട്ടിക്കുലർ മെറ്റീരിയലിനെ തന്നെ ഈ ഫോണിനും കാൽക്കുലേറ്ററിനും അല്ലെങ്കിൽ ഈ സ്പൈഡർമാനും ഒക്കെ ഓരോന്നിനും ഓരോ മെറ്റീരിയൽ പെർഫെക്റ്റ്ലി കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? അതാണോ ഏറ്റവും പെർഫെക്റ്റ് ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും നമുക്ക് മോഡിഫിക്കേഷൻസ് പോസിബിൾ ആണെന്ന് പറയേണ്ടി വരും അല്ലേ. ചിലപ്പോൾ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് ഇതുവരെ കണ്ടുപിടിക്കാത്തൊരു മെറ്റീരിയൽ വേറെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കാം. നമ്മുടെ തന്നെ ഫ്യൂവലിൻ്റെ കോൺസെപ്റ്റ്, നമ്മൾ നോൺ റിന്യൂവബിൾ സോഴ്സസ് പലതും അല്ലേ, നമ്മൾ പെട്രോളും ഡീസലും ഒക്കെ പറയുന്നെങ്കിൽ അതിനുശേഷം മുന്നോട്ട് എന്താണ് ഭാവിയിലേക്ക് കാത്തു വെച്ചിരിക്കുന്നത്? ഷെയിൽ ഗ്യാസ് ആണോ, ലിഥിയം ആണോ? അപ്പം അങ്ങനെ പലതും ഇനിയും ചിലപ്പോൾ കടന്നു വന്നെന്നും വരാം. അപ്പം ആപ്റ്റ് കാസ്റ്റിങ്ങിന് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് പറ്റിയ റോള്, ഓരോ മെറ്റീരിയലിനും പറ്റിയ റോൾ, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് മെറ്റീരിയൽ ആരാണ്? അപ്പോൾ ഇതിനൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മെറ്റീരിയലിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയാലല്ലേ ഒരു ക്യാരക്ടർ, ഇപ്പം നെടുമുടി വേണു അല്ലെങ്കിൽ ജഗദീഷ് ശ്രീകുമാർ അല്ലെ പത്മശ്രീ മോഹൻലാൽ അല്ലെ മമ്മൂട്ടി, അവരുടെ രൂപം, ഭാവം, അവരുടെ ശബ്ദം, ഇതിലൊക്കെ പറ്റി അവരുടെ ക്യാരക്ടറിനെ പറ്റി അവരുടെ ഒരു ഫീച്ചേഴ്സും അവരുടെ സാധ്യതകളും ഒക്കെ റേഞ്ചും ഒക്കെ മനസ്സിലാക്കിയാലല്ലേ അവർക്കൊരു ക്യാരക്ടറിനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെയാണ് മെറ്റീരിയലിനെ മനസ്സിലാക്കണം. ഈ മെറ്റീരിയലിൽ ലോഡ് വരുമ്പോൾ ഈ മെറ്റീരിയൽ സബ്ജക്റ്റ് ടു, അല്ലെങ്കിൽ ഞാൻ എന്താ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു പെന്നുണ്ട്, ഈ പേനയിലേക്ക് ഇങ്ങനെയാണ് ആൾക്കാർ ഇവിടെയാണ് പിടിക്കാൻ, അപ്പോൾ പിടിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രഷർ അവിടെ വരുന്നുണ്ട്. ആ പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈ മെറ്റീരിയലിന് സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് മെറ്റീരിയലും ആയിക്കോട്ടെ, അവിടെ വരാൻ പോകുന്ന ഫോഴ്സിനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം. അപ്പോൾ എല്ലാ മെറ്റീരിയലിനെ പറ്റി അറിഞ്ഞാലേ കറക്റ്റ് റൈറ്റ് മെറ്റീരിയലിനെ അവിടെ കൊണ്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാസ്റ്റിംഗ് നമുക്ക് നടത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അത് മനസ്സിലാക്കാനായിട്ട് ഈ സബ്ജക്റ്റിൻ്റെ വെരി ഫസ്റ്റ് മോഡ്യൂൾ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ മോഡ്യൂളിൽ നിങ്ങൾ പഠിക്കുന്നത് നോക്കൂ, ഇതൊക്കെയാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതുപോലെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ, ഹുക്സ് ലോ, യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റി, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും പോയിസോൺസ് റേഷ്യോ, ലാറ്ററൽ സ്ട്രെയിൻ, ഇതാണ് നിങ്ങളുടെ സിലബസിനകത്ത് വരുന്നത്.
അപ്പോൾ ഇതെല്ലാം ആക്ച്വലി മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണ് കൂടുതലും. മെറ്റീരിയലിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് വെച്ചോണ്ട് വൺസ് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ അത് വെച്ചോണ്ട് നമ്മളൊരു പെർഫെക്റ്റ് മെറ്റീരിയലിനെ തിരഞ്ഞു പിടിക്കും. കോൺക്രീറ്റിനകത്ത് എന്തുകൊണ്ട് സ്റ്റീലിനെ യൂസ് ചെയ്യുന്നു? കാരണം കോൺക്രീറ്റിന് ഏറ്റവും ഐഡിയൽ കമ്പാനിയൻഷിപ്പ് കൊടുക്കുന്നത് സ്റ്റീലാണ്. കോൺക്രീറ്റിനോളം തന്നെ അത്ര തന്നെ സെയിം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അപ്പോൾ ഒരുമിച്ച് എക്സ്പാൻഡ് ചെയ്യും, ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യും. അതുപോലെ വളരെ ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റീലിനെ പിക്കാൻ കാരണം. അപ്പം അങ്ങനെ അപ്പോൾ സ്റ്റീൽ അതിന് പറ്റിയ ആളാണെന്ന് എങ്ങനെ നമ്മൾ കണ്ടെത്തി? സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാവുന്നതാണ്, സ്റ്റീലിൻ്റെ റേഞ്ച് അറിയാവുന്നതാണ്. സ്റ്റീൽ ഇതിനു മുമ്പ് കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പെർഫോമൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ സ്റ്റീലിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം തോമസ് ആൽവ എഡിസൺ, ആലുവക്കാരനായിരിക്കും അല്ലേ തോമസ് ആലുവ എഡിസൺ. എനിവേ തോമസ് ആലുവ എഡിസൺ ഇങ്ങനെ ഒരു വലിയ ഒരു കോട്ട് പറഞ്ഞതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 10,000 തവണ ഫെയിൽ ആവുകയല്ല ചെയ്തത്, 10,000 തവണ വിജയിക്കുകയാണ്. 10,000 മെറ്റീരിയലുകൾ ആ പർട്ടിക്കുലർ പർപ്പസിന് ഷൂട്ട് ആവുകയില്ല എന്ന് ഞാൻ കണ്ടെത്തുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ പല മെറ്റീരിയലും ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവശ്യത്തിന് സഫിഷ്യൻ സ്ട്രെങ്തോ എലാസ്റ്റിസിറ്റി ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ചില പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലേക്ക് നമ്മൾ വരികയാണ്. ചിലപ്പോൾ എല്ലാം വിജയിച്ചെന്ന് വരത്തില്ല, പക്ഷേ ചില പ്രോസസ്സുകൾ, ചില മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫസ്റ്റ് പോർഷൻ. നമ്മൾ എത്താൻ പോകുന്നത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ ബാർ. നിങ്ങളുടെ സിലബസിലുള്ളതാണ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ഓഫ് മൈൽഡ് സ്റ്റീൽ. നോക്കി ഇത്. അപ്പോൾ ഇതിലേക്ക് വരണമെങ്കിൽ ആദ്യം സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ സ്ട്രെസ് നിങ്ങളിത് +2 ലെവലിലൊക്കെ കേട്ടുണ്ടായിരിക്കും. സ്ട്രെസ്സും സ്ട്രെയിനും. എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ? ബൈ ഡിഫോൾട്ട് എല്ലാവരും പറയുന്ന ഒരു ഉത്തരവുണ്ട്, സാറേ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ല ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ പലരും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ അത് പെർഫെക്റ്റ് അല്ല. നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ഇനി മുന്നോട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഡെഫിനേഷൻസിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ കറക്റ്റ് ടു ദ പോയിന്റ് ബുൾസൈൽ തന്നെ ഹിറ്റ് ചെയ്യണം, അല്ലേ? കറക്റ്റ് കാര്യം. ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ് എന്താ സ്ട്രെസ്, അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ എന്നല്ല നിങ്ങൾ പറയേണ്ടത്. സാർ ഉദ്ദേശിക്കുന്ന ഏത് സ്ട്രെസ്സാണ്, ആ സ്ട്രെസ് അത് ഇങ്ങനെയാണ്, അത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മൾ ഇൻ ഡെപ്തിൽ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ഡെഫിനേഷൻ ഒന്നും ആവുന്നില്ല. ഇൻഫാക്ട് സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ആണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പൊക്കോളാൻ പറയും. കാരണം അവന് കൃത്യമായിട്ട് റൈറ്റ് ഇൻഫോർമേഷൻ അവിടെ കിട്ടിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നതിന് കാരണം. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി ഫോഴ്സ് അല്ല നമ്മളവിടെ ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. സോ നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഒരുപാടുണ്ട്. ടിമോഷിങ്കോ ഉണ്ട്, ഓക്കെ. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പല പുന്മിയ, ഇതൊക്കെ നമ്മൾ ക്യാപ്സ്യൂൾ ടെസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ടെക്സ്റ്റുകളാണ്. പുന്മിയ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഏതാണ് ബെൻസാലുണ്ട്, ഓക്കെ. പുന്മിയ, ബെൻസാൽ, അല്ലെങ്കിൽ ഭാവികെട്ടി. അപ്പോൾ ഇങ്ങനെ പല പല ടെക്സ്റ്റുകൾ, ക്യാപ്സ്യൂൾ ടെക്സ്റ്റുകളുണ്ട്. ഇത് ക്യാപ്സ്യൂളാണ്. ഇനി റെഫറൻസിനാണെങ്കിൽ അല്ല കുറച്ചുകൂടെ അടുത്ത ലെവലിലേക്കാണെങ്കിൽ ജെയിംസ് ഗിയർ, ഓക്കെ, പോപ്പോവ്. അപ്പോൾ ഇങ്ങനെ പല പല ടെക്സ്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നോ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് എന്നോ ഇങ്ങനെ പല പല ഓമന പേരുകളിലായിരിക്കും ഈ സബ്ജക്റ്റ് അറിയപ്പെടുക. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും മെക്കാനിക്സ് ഓഫ് സോളിഡ്സും എല്ലാം സെയിം ആണ്. സോളിഡ് മെക്കാനിക്സും അത് തന്നെയാണ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണമെന്നില്ല, നോട്ട്സ് ഫോളോ ചെയ്താൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞു മെറ്റീരിയൽസിൻ്റെ ഒരു സ്റ്റഡിയാണ് ഫസ്റ്റ് മോഡലിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്ട്രെസ്സിൻ്റെ ഡെഫിനേഷനിലേക്ക് വരികയാണ്. ഇനി സബ്ജക്റ്റിലേക്ക് കയറുവാണേ. അപ്പോൾ കഥകളൊക്കെ അവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. എന്താണ് സ്ട്രെസ്സ്? അപ്പോൾ ഞാൻ പറഞ്ഞു സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അവനെ എടുത്ത് എറിയാനേ തോന്നുള്ളൂ. കാരണം ദാറ്റ്സ് നോട്ട് ദ പ്രിസൈസ് ഡെഫിനേഷൻ ഓഫ് സ്ട്രെസ്. എന്താണ് ആക്ച്വലി സ്ട്രെസ്? സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ അല്ല. കാരണം ഞാൻ പറയാം. നോക്കി, ഇയാൾ അങ്ങോട്ട് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ അയാൾ ഇങ്ങോട്ടും ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. കട്ടക്ക് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. കട്ടക്ക് നിൽക്കുന്നു. അപ്പോൾ ഫോഴ്സ്. അപ്പോൾ ഇതിനെ നമ്മൾ ആക്ഷൻ എന്നും ഇതിനെ നമ്മൾ റിയാക്ഷൻ എന്നും വിളിക്കും, അല്ലെ? ആസ് പെർ ന്യൂട്ടൺസ് തേർഡ് ലോ. അത് കഴിഞ്ഞിട്ട് 10ന് പകരം 20 കൊടുത്തു, അപ്പോൾ അവനും 20 തരുന്നു. അത് കഴിഞ്ഞ് 30 കൊടുത്തു, അപ്പോൾ ഇവനും 30 തരുന്നു, ഓക്കെ. ഇങ്ങനെ മത്സരം നടന്നുകൊണ്ടിരിക്കുക. കുറേ അങ്ങ് ചെന്നപ്പോൾ ഇവൻ 60 കൊടുത്തപ്പോൾ അവന് 60 കൊടുക്കും പറ്റുന്നുണ്ട്. പക്ഷേ അവനെ കണ്ടിട്ട് അവൻ ആകെ വീക്കാണ്. ഇവൻ അതിനുശേഷം 61 കൊടുത്തപ്പോൾ ഇവന് കൊടുക്കാൻ സാധിക്കുന്നില്ല, ഇവൻ ഫെയിലായെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ടെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ നിൽക്കുന്ന ആൾ ജോൺ അബ്രഹാം, മറ്റേ ആളുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഇയാൾക്ക് 61ലും കൂടുതൽ സ്ട്രെങ്ത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നിന്ന് ജോൺ അബ്രഹാമിൻ്റെ സ്ട്രെങ്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ആരുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റി? ഈ റൈറ്റ് സൈഡ് നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റി. കാര്യം അവനിവിടെ ഫെയിലായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആക്ഷൻ കൊടുക്കുമ്പോൾ റിയാക്ഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഫോഴ്സസ് ആണ്, ഇത് റെസ്പോൺസസ് ആണ്. മനസ്സിലായി? ഫോഴ്സസ് ആണ്, റെസ്പോൺസസ് ആണ്.
ഇതിനകത്ത് ആക്ച്വലി എനിക്ക് ഇവൻ്റെ സ്ട്രെങ്ത് ആണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇവൻ്റെ സ്ട്രെങ്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. കാര്യം 60 കഴിഞ്ഞ ഒരു പൊടിക്ക് ഒരു അല്പം കൂടെ സ്ട്രെങ്ത് കൊടുത്തപ്പോൾ, അല്പം കൂടെ ഫോഴ്സ് കൊടുത്തപ്പോൾ അവൻ ഫെയിലായി. അപ്പോൾ ഇവിടെ ആരുടെ സ്ട്രെങ്ത് കിട്ടി? ഈ റൈറ്റ് സൈഡ് നിൽക്കുന്ന സ്ട്രെങ്ത് കിട്ടി. അപ്പോൾ ഞാൻ ഇവരുടെ കൈകളിൽ വന്നിട്ടുള്ള സ്ട്രെസ്സ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം എത്രയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 60 / ഏരിയ ആണ്. ഇതേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ 61 യൂസ് ചെയ്യാൻ പറ്റുമോ? ജോൺ അബ്രാമിന് വേണമെങ്കിൽ വീണ്ടും 61 നിന്ന് 70ലേക്കോ 80ലേക്കോ ഒക്കെ പോകാമെന്ന് കൂട്ടിക്കും. അതിനപ്പുറത്തോട്ട് സ്ട്രെങ്ത് ഓഫർ ചെയ്യാൻ പറ്റും. ജോൺ അബ്രാമിന് 90 സ്ട്രെസ് വേണമെങ്കിൽ ഓഫർ ചെയ്യാം, 90 ന്യൂട്രൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രെസ്സിൻ്റെ ആൻസർ ഇവിടെ 90 / ഏരിയ ആണോ? 90ലേക്കൊന്നും കഥ പോയിട്ടേ ഇല്ല. 90 പോയിട്ട് 80 പോയിട്ടില്ല, 70 പോയിട്ടില്ല, 61 എത്തിയപ്പോൾ തന്നെ ഫെയിലായെന്ന്. 60 കടന്നപ്പോൾ തന്നെ ഫെയിലായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവരുടെ കൈകളിൽ വന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് എത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ? അതെനിക്ക് 60 പറയാൻ പറ്റുള്ളൂ, അല്ലെ 60 പോയിന്റ് സംതിങ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും 90 ജോൺ അബ്രഹാമിൻ്റെ ലിമിറ്റ് അനുസരിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റും. ഇല്ല, എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ട്രെസ് പറയണമെങ്കിൽ, ഇവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള സ്ട്രെസ് എത്രയെന്ന് പറയണമെങ്കിൽ, അവിടെ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടായ ഫോഴ്സ് ട്രാൻസ്ഫർ പരമാവധി എത്രയെന്ന് പറയണമെങ്കിൽ ദാറ്റ് വിൽ ബി 60 ഉള്ളി. 60 പോയിന്റ് സംതിങ്ങേ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോഴ്സ് അല്ല, ഇവിടെ സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് എന്നായിരുന്നെങ്കിൽ 90 ഫോഴ്സ് അല്ലേ ജോൺ അബ്രഹാമിൻ പ്രോബ്ലം അല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ റീസ്റ്റോറിങ് ഫോഴ്സ് അല്ല റെസ്പോൺസ് ഫോഴ്സ് / ഏരിയ. ഇതാണ് ആക്ച്വലി സ്ട്രെസ്. മനസ്സിലായോ? അതിനൊരു വലിയ ഡിഫറൻസ് ഉണ്ട്. ഫോഴ്സ് അല്ല, റീസ്റ്റോറിങ് ഫോഴ്സ് ആണ് നമ്മൾ ന്യൂമറേറ്റർ യൂസ് ചെയ്യേണ്ടത്. കാരണം അതിനപ്പുറത്ത് ഫെയിലറാണ്. ഇപ്പോൾ ഫെയിൽ ആയതിനു ശേഷവും കുറേ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ സ്ട്രെസ് ഉണ്ടാകുന്നില്ല. ഫെയിലായി കഴിഞ്ഞെങ്കിൽ പിന്നെന്ത് സ്ട്രെസ്? ഇപ്പം നമ്മൾ ആക്ച്വലി സ്ട്രെങ്തിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്, സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്ത സ്ട്രെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന മനുഷ്യൻ്റെ സ്ട്രെങ്ത് ആയിക്കോട്ടെ, ഇതൊക്കെ എവിടെ വരുള്ളൂ? ഈ റീസ്റ്റോറിങ് ഫോഴ്സ്, അതായത് 60 പോയിന്റ് സംതിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ജോൺ അബ്രഹാം അവിടെ നിന്ന് പറയുകയാണ്, ഇല്ല എൻ്റെ കയ്യിൽ 70 / ഏരിയ എന്ന സ്ട്രെസ് ഉണ്ടായി എന്ന് കാര്യം ഞാൻ 70 വരെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വളരെ മുമ്പേ ഫെയിലിയർ സംഭവിച്ചു പോയി. 70 കൊടുക്കാൻ അയാൾക്ക് പറ്റില്ല. കാരണം എന്താണ്? ആക്ഷൻ റിയാക്ഷൻ ഈക്വൽ ആയിരിക്കണം. അത് കഴിഞ്ഞ് ഫെയിലർ ആയി കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ റിയാക്ഷൻ ഒരിക്കലും ഈക്വൽ ആവത്തില്ല. ഇത് ഈക്വൽ ആയിരിക്കുന്ന പോയിന്റ് വരെ നമുക്ക് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കുക. ഇത് 60.66 ഫെയിൽ ആയെന്ന് ചോദിച്ചു, ഇത് 60.66 വരെ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് അല്പം കടന്നപ്പോഴേക്കും തന്നെ എന്താണ് 60.666 കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇൻക്രിമെൻറ്റോട് ആയപ്പോൾ തന്നെ 67 ആയപ്പോൾ തന്നെ ഇവിടെ ഫെയിൽ ആയെന്ന് വിചാരിച്ചു. അപ്പം അതാണ് മനസ്സിലായില്ലേ, ആ ഫെയിലറിന് തൊട്ട് മുമ്പത്തെ ലാസ്റ്റ് മൊമെന്റിൽ ആ ചെറിയ ഒരു ഇൻക്രിമെന്റിൽ ഫെയിലർ വന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ആ പോയിന്റിലുള്ള ഫോഴ്സ് ട്രാൻസ്ഫർ എത്രയാണോ അതാണ് ആ ഫോഴ്സ് വേണം ന്യൂമറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഇറ്റ് ഈസ് റീസ്റ്റോറിങ് ഫോഴ്സ് റാദർ ദാൻ ഫോഴ്സ്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാമ്പിൾ വെച്ചിട്ടല്ല. നമ്മൾ നോക്കി ഇവിടെ ഇനി മുന്നോട്ട് ഞാൻ മൈൽഡ് സ്റ്റീൽ ബാറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നോക്കി കുറേ മൈൽഡ് സ്റ്റീൽ ബാർ നോക്കി ഗോതയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജിൽ സ്റ്റാൻഡേർഡ് നീളവും സ്റ്റാൻഡേർഡ് ഡയമീറ്ററും ഒക്കെയുള്ള ഐഡിയൽ സ്പെസിമെനുകളാണ് അവിടെ ഇരിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഐഡിയൽ മെറ്റീരിയൽ കുറേ സ്പെസിമെൻസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ പൊക്കാം. അവരെ പൊക്കിയിട്ട് എവിടെ കൊണ്ടാണ് നിങ്ങൾ വെക്കാൻ പോകുന്നത്? ഈ മെഷീനിനകത്ത് കൊണ്ടുപോയി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ജോൺ അബ്രഹാം. ഓക്കെ, അപ്പോൾ ഈ മെഷീനകത്ത് നിങ്ങൾ കൊണ്ടുപോയി ഈ സാധനത്തിനെ പൊക്കി എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അവൻ്റെ പുറത്തോട്ട് നമ്മൾ ടെൻഷൻ കൊടുക്കാൻ പോവാം, ടെൻസൈൽ ഫോഴ്സ്. അപ്പോൾ കുറേ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവൻ UTM യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനാണ്. ഇവൻ്റെ ഉദ്ദേശം എന്താണ്? ഇവരെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ഇവൻ്റെ സ്ട്രെങ്താണ് കണ്ടുപിടിക്കേണ്ടത്, സ്റ്റീലിൻ്റെ സ്ട്രെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. കുറേ വലിച്ച് കുറേ അവസാനം സ്റ്റീൽ പൊട്ടിപ്പോവും. അങ്ങനെയല്ലേ നടക്കുള്ളൂ. അപ്പോൾ പൊട്ടിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് അവസാന മൊമെൻറ്റിൽ സ്റ്റീൽ എത്രമാത്രം ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്തു എന്നറിയണം. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ഇങ്ങനെ വെക്കാൻ കാര്യം, ഒരു പർട്ടിക്കുലർ ഡയമെൻഷനുള്ള സാധനം സ്റ്റാൻഡേർഡ് വെക്കാൻ ഒരു കാരണമുണ്ട്, റീസൺ ഉണ്ട്. കാരണം എന്താ? ഒരാൾ വലിയ സ്റ്റീൽ യൂസ് ചെയ്തിട്ട് കൂടുതൽ സ്ട്രെങ്ത് കിട്ടിയെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? പല നാട്ടിൽ പല സ്പെസിമെൻ പല വലുപ്പത്തിലുള്ള സ്പെസിമെൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ലോഡ് എടുക്കുമെന്ന് നമുക്കറിയാം, ഇത് കുറച്ച് ലോഡ് എടുക്കത്തുള്ളൂ നമുക്കറിയാം. കാരണം എന്താണ്? ഒരെണ്ണം വലുതാണ്. അപ്പോൾ അതിനകത്തൊരു സ്റ്റാൻഡർഡൈസേഷൻ വേണം. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് സ്പെസിമെൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പം ഫോഴ്സ് ഒന്നും ആയിരിക്കരുത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പം ഇവിടെ യൂസ് ചെയ്തത് നമ്മൾ ഇന്ത്യയിൽ ഒരു സ്ക്വയർ സ്പെസിമെൻ യൂസ് ചെയ്തു, മറ്റൊരു സ്ഥലത്ത് സർക്കുലർ സ്പെസിമെനെ യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചു. കാര്യം അവിടെ സ്ക്വയറിൻ്റെ മാനുഫാക്ചർ ഇല്ലെന്ന് വിചാരിച്ചു. അപ്പോഴും നമുക്ക് ഫോഴ്സ് പറയാൻ പറ്റില്ല, ഫോഴ്സ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറ്റീരിയലിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എത്രയാണോ ആ ഫോഴ്സിനെ ആ ക്രോസ് സെക്ഷണൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യും.
അപ്പോൾ യൂണിറ്റ് ഏരിയ, അതായത് ഒരു കുഞ്ഞു യൂണിറ്റ് ഏരിയ എത്ര ഫോഴ്സിനെ എടുത്തു, മനസ്സിലായോ? അപ്പം മൊത്തം ഏരിയയിലല്ല നമ്മൾ പറയുന്നത്, യൂണിറ്റ് ഏരിയ. അപ്പം ആ കോൺസെപ്റ്റാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞത് എല്ലാം നിങ്ങൾ മറന്നുപോയാലും വേണ്ടിയല്ല. സ്ട്രെസ് ഈക്വൽ ടു റീസ്റ്റോറിങ് ഫോഴ്സ് ഇൻ യൂണിറ്റ് ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ. ഇത്രയും ചെയ്താലേ അത് സംഗതി സെറ്റ് ആയുള്ളൂ, മനസ്സിലായല്ലോ? ഇത്രയും പറയാൻ പറ്റണം, റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ. അപ്പോൾ അതിന് കോൺസെപ്റ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ മെഷീനറി യൂസ് ചെയ്തിട്ട് സ്റ്റീലിനെ വലിച്ച് പൊട്ടിച്ചതിന് ശേഷം നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പം വലിച്ച് ഇതിനകത്ത് നിങ്ങൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്കെയിലുണ്ട് അല്ലേ? അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ് ചെയ്യുന്നതനുസരിച്ച് അത് ആദ്യം ഇവിടെ നിന്ന് വിചാരിക്കുക, പിന്നെ അത് ഇവിടെ ആയി, പിന്നെ അത് ഇങ്ങോട്ടെത്തി. ഇപ്പോൾ ഈ പോയിന്റിൽ എത്തിയപ്പോഴാണ് ഫെയിൽ ആയതെങ്കിൽ നമുക്ക് അവൻ്റെ റീഡിംഗ് ഉണ്ട്. ആ റീഡിംഗ് ആണ് നമ്മളിവിടെ ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പൊട്ടുന്ന സമയത്ത് അതവിടെ സ്റ്റക്ക് ആയിക്കോളും, അതവിടെ നിന്നോളും. പൊട്ടിക്കഴിയുമ്പോൾ ഈ നീഡിൽ അവിടുന്ന് മാറത്തില്ല, നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടും. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പം മാർക്കറ്റിൽ നമ്മൾ യൂഷ്വലി കാണാറുള്ള സ്റ്റീൽ പല സ്പെസിഫിക്കേഷൻ ഉള്ളതുണ്ട്. അതായത് അയൺ 250 ന്യൂട്ടൺ പെർ mm സ്ക്വയർ സ്ട്രെങ്ത് ഉള്ള സ്റ്റീലുണ്ട്, 415 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഉള്ള സ്റ്റീലുണ്ട്, 500 ന്യൂട്ടൺ പെർ mm സ്ക്വയർ സ്ട്രെങ്ത് ഉള്ള സ്റ്റീലുണ്ട്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഒരു വലിയ പ്രോജക്റ്റിന് വേണ്ടി, കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റിന് വേണ്ടി കുറേ സ്റ്റീൽ വാങ്ങിച്ചിട്ട് ഇവന്മാർ 250 സ്റ്റീലാന്ന് പറഞ്ഞ് തരുന്ന സാധനം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ കപ്പാസിറ്റിയിൽ നമ്മൾ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കി ഉറപ്പിക്കും. റാൻഡംലി കുറച്ച് സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഈ പറഞ്ഞ സംഗതി കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ ആ മെറ്റീരിയലിനകത്ത് എന്താ മായം ചേർത്തിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ അത് മെറ്റീരിയൽ സഫീഷ്യന്റ് സ്ട്രെങ്ത് ഇല്ല, നമുക്ക് മാറ്റി കൊടുക്കണം എന്നുള്ളതാണ് അവിടെ പ്രൂവ് ആവുന്നത്. അപ്പോൾ ഈ നിങ്ങൾക്ക് സ്ട്രെസ്സിനെ പറ്റിയും സ്ട്രെങ്ത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സസൈസിനകത്ത് ഇപ്പോൾ ഇവനെ വലിച്ചു പൊട്ടിയതിനകത്ത് ഈ മെറ്റീരിയലിനകത്ത് ഈ സ്റ്റീൽ എന്ന് പറയുന്ന സാധനം ഈ സ്പെസിഫിക്കേഷനകത്ത് ഈ വലിച്ചു പൊട്ടിയതിനിടയ്ക്ക് കുറേ അധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവനോട് ഇന്ന് സംസാരിച്ചാൽ, ആ പൊട്ടിപ്പോയ അവനോട് നമ്മൾ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവനൊരു കഥ പറയാനുണ്ട്. അത് വല്ലാത്തൊരു കഥയാണ്. ആ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കി, ഈ സാധനത്തിൻ്റെ പുറത്തോട്ട് ടെൻഷൻ കൊടുത്തു എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഇവൻ്റെ കഥ അറിയണം. കഥ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കി, ഇവനെ നമുക്ക് ഇവൻ്റെ കഥ, അതായത് തുടങ്ങിയപ്പം മുതൽ, വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങിയപ്പം മുതൽ ഇവൻ അനുഭവിക്കുന്ന വേദന നമുക്കൊരു കാര്യം ചെയ്താൽ ഇങ്ങനെ XY ആക്സിസിൽ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിൻ ആയിരിക്കും. സ്ട്രെയിൻ നിങ്ങൾക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഓക്കെ, വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുമായിരിക്കും? വലിക്കുമ്പോൾ നീളം കൂടി പോകും അല്ലേ? നീളം കൂടി ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും മെറ്റീരിയൽ പൊട്ടിപ്പോകും. അപ്പോൾ ഇത് ഇടയ്ക്ക് എവിടെയോ ചെന്ന് പൊട്ടാനുള്ളതാണ്, അത് നമുക്കറിയാം. ഇനി Y ആക്സിസിൽ എന്താ കാണിക്കാൻ പോകുന്നത്? Y ആക്സിസിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സ്ട്രെസ് ഈക്വൽ ടു റീസ്റ്റോറിങ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പം നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെയും എല്ലായ്പ്പോഴും നമ്മൾ Y ആസ് എ ഫംഗ്ഷൻ ഓഫ് X എന്ന രീതിക്കാണ് നമ്മൾ എല്ലാ ഗ്രാഫും പറയാറുള്ളത്. ഇതാണ് X ആക്സിസ്, ഇതാണ് Y ആക്സിസ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ ഉള്ളവർ ചിലരെങ്കിലും ഈ നല്ല ഇൻ്റർവ്യൂസിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നേരിടേണ്ടി വരും. ഇതാണ് സ്ട്രെയിൻ അല്ലേ, ഇവിടെയാണ് സ്ട്രെയിനെ ഡിനോട്ട് ചെയ്യുന്നത് എപ്സിലോൺ ആണ്, ഇതാണ് സിമ്പിൾ. ഇനി ഇവിടെയാണ് സ്ട്രെസ്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ സിഗ്മ, ഇതാണ്. അപ്പം നല്ല ഇൻ്റർവ്യൂസിനൊക്കെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, ഇത് സ്ട്രെസ് എന്തുകൊണ്ടാണ് Y ആക്സിസിൽ വന്നത്? ഇത് ആസ് എ ഫംഗ്ഷൻ ഓഫ് സ്ട്രെയിൻ നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ സ്റ്റീലിനെ പിടിച്ച് വലിച്ചപ്പോൾ അതിനൊരു റെസ്പോൺസ് തന്നു അല്ലേ, അത് വലിയാണ് ഉണ്ടായത്. അപ്പം നിങ്ങളൊരു പർട്ടിക്കുലർ, ശരിക്കും പറഞ്ഞാൽ ഈ UTM മെഷീനകത്ത് നിങ്ങളൊരു പർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അത് കുറച്ച് വലിഞ്ഞതായി ഇത്ര എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ, ഈ ഫോഴ്സ് അല്ലേ നിങ്ങൾ കൊടുത്തത്, അതിന് നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് അല്ലേ ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലോങ്ങേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാരണം ആരാണോ അയാളല്ലേ ഇവിടെ വരേണ്ടത് അല്ലേ? കാരണം ഇവിടെ ഈ സ്ട്രെസ് ഇവിടെ സ്ട്രെയിൻ ആയിരുന്നെങ്കിൽ, തിരിച്ചായിരുന്നെങ്കിൽ, ഇത് സ്ട്രെയിനും ഇത് സ്ട്രെസ്സും ആയിരുന്നെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ കാര്യം ഇതിനെ ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ വിളിക്കുന്നു, ഇത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് വിളിക്കുന്നു. അപ്പം ഈ ഫോഴ്സ് കൊടുത്തോണ്ടല്ലേ ഈ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായത്. അപ്പം Y ആസ് എ ഫംഗ്ഷൻ ഓഫ് X എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഈ സ്ട്രെയിൻ ഉണ്ടായതിൻ്റെ കാരണക്കാരൻ ഈ സ്ട്രെസ് ആയതുകൊണ്ട് ഇതല്ലേ ശരിയായിട്ടുള്ള നൊട്ടേഷൻ. എങ്ങനെ നമ്മൾ സ്ട്രെസ്സിനെ കൊണ്ട് Y ആക്സിസിൽ എഴുതുന്ന ഒരു നല്ല അതിസുന്ദരമായ ക്വസ്റ്റ്യൻ ചിലപ്പം ഏതെങ്കിലും ഒരു നല്ല ഇൻ്റർവ്യൂവിന് ചിലപ്പോൾ നിങ്ങൾ നേരിട്ടെന്ന് വരാം. അപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക, സാറിന് ബേസിക്സ് അറിയില്ലെന്ന് തോന്നുന്നു, സാർ ഇതാ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. സംഗതി ഇങ്ങനെയാണ്, ഇതൊരിക്കലും ഫോഴ്സ് അല്ല സാറ് മനസ്സിലാക്കണം. സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ അല്ല, റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. നമ്മൾ കൊടുക്കുന്നത് സ്ട്രെസ് അല്ല, നമ്മൾ വാങ്ങുന്നതാണ് സ്ട്രെസ്, അവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാണ് സ്ട്രെസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് സ്ട്രെയിൻ തന്നെയാണ്. നമ്മൾ ഇവനെ പർട്ടിക്കുലർ ഒരു റേറ്റ് ഓഫ് ലോഡിങ്ങിലാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അവനെ ഇത്ര വീതം വലിക്കുമ്പം അവൻ എത്ര റെസ്പോൺസ് തരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ സൂചിയിൽ കാണുന്നത്. അതുകൊണ്ട് സ്ട്രെസ് ഇവിടെയും സ്ട്രെയിൻ ഇവിടെയും, X ആക്സിസ് സ്ട്രെയിൻ എന്നുള്ള ആ ഒരു നൊട്ടേഷൻ, അല്ലെങ്കിൽ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ഇത് സിഗ്മ ഇത് എപ്സിലോൺ എന്നുള്ള
റെപ്രസെൻറ്റേഷൻ ആപ്റ്റ് ആണ് എന്ന മറുപടി കൊടുക്കുക. മനസ്സിലായോ? കാരണം സ്ട്രെസ് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്ട്രെയിൻ, അല്ല തിരിച്ചല്ല, നോട്ട് വൈസ് വേഴ്സ. ഓക്കെ, സംഗതി കിട്ടിയില്ലേ? ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഈ കഥയിലേക്ക് വരികയാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഇതാണ് സ്ട്രെസ്, ഇതാണ് സ്ട്രെയിൻ. ഓക്കെ, ഈ ഒരു ഒറ്റ കർവ് ഇത് ആക്ച്വലി ജാതകമാണ്, ഒരു മെറ്റീരിയലിൻ്റെ ജാതകം പോലെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൈ നോക്കി കഴിഞ്ഞ് ഇതിനകത്ത് 1000 രേഖയുണ്ട്, ഇത്ര പിള്ളേരുണ്ട്, ഇത്രാം വയസ്സ് കല്യാണം കഴിക്കും എന്നൊക്കെ കൃത്യമായിട്ട് കൈ നോക്കി അല്ലെങ്കിൽ ജാതകം നോക്കി പറയുന്നത് പോലെ ഒരു മെറ്റീരിയൽ, ഒരു MS റോഡ് സ്റ്റാൻഡേർഡ് സ്പെസിമെൻ വെച്ച് നിങ്ങളൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, കാനഡയിലായിക്കോട്ടെ, എവിടെ വരച്ചാലും അതിനൊരു പാറ്റേൺ, ഒരു ഫിക്സ്ഡ് സാധനം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം മെറ്റീരിയലിനെ പറ്റിയുള്ള കൃത്യമായ രൂപരേഖ, മെറ്റീരിയൽ എത്രമാത്രം ഇലാസ്റ്റിക് ആണ്, അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയാണ്, ഇത്ര ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം വലിയുമായിരിക്കും, അല്ലെങ്കിൽ അത് എത്ര ഫോഴ്സിലാണ് ഇത് പൊട്ടാൻ പോകുന്നത്, എത്രമാത്രം വലിയും, എത്ര ഡക്റ്റിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് എത്ര എലാസ്റ്റിസിറ്റി ഉണ്ട്, എത്ര ടഫ്നെസ് ഉണ്ട്, എത്ര റെസിലിയൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഒറ്റ കർവിൽ നമുക്ക് ആ മെറ്റീരിയലിനെ പറ്റി പറയാം. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു സീനിൽ ആപ്റ്റ് ആളെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ അവൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അറിയണം. അതിന് ബെസ്റ്റ് ടൂളാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്റ്റീലിൻ്റെ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ എങ്കിലും ഇൻഫാക്ട് അലൂമിനിയത്തിൻ്റെയും കാസ്റ്റ് അയണിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ എല്ലാ മെറ്റലിനെയും നമുക്ക് ഇതുപോലെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ആ മെറ്റീരിയലിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ട്. ഈവൻ കോൺക്രീറ്റിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ എലാസ്റ്റിസിറ്റി എത്രയുണ്ട് ഒക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആക്ച്വൽ തിയറിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി വരും. റബ്ബറിനെക്കാട്ടിലും ഇലാസ്റ്റിക് ആണ് സ്റ്റീൽ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. റബ്ബറിനെക്കാട്ടിലും ഇലാസ്റ്റിക് ആണ്. റബ്ബർ എന്ന് പറയുന്ന ഇത് വലിക്കുമ്പോൾ തിരിഞ്ഞു വരും എന്നുള്ളതല്ല ആക്ച്വൽ ഇലാസ്റ്റിസിറ്റിയുടെ ആക്ച്വൽ മീനിങ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. വലിക്കുമ്പോൾ തിരിച്ചു വരുന്നത് തന്നെയാണ്, പക്ഷേ എന്താണ്, പഴയ ഒറിജിനൽ ആ സെയിം ഷേപ്പിലേക്ക് അതേപോലെ തന്നെ തിരിച്ചു വരണം. അപ്പം ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫാക്ട് റബ്ബറിനെക്കാട്ടിലും ഒരുപാട് ഹയർ ഫോഴ്സുകൾ എടുത്തിട്ടും തിരിച്ച് പഴയ ഷേപ്പിലേക്ക് വരാൻ കഴിവുള്ള ആൾ സ്റ്റീലാണ്. അപ്പോൾ അതുകൊണ്ട് റബ്ബറിനെക്കാട്ടിലും വലിയ ഫോഴ്സുകൾ യൂണിറ്റ് ഏരിയയിൽ റബ്ബറിനെക്കാട്ടിലും കൂടുതൽ ഫോഴ്സുകൾ എടുത്തിട്ട് പഴയ ഷേപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത് സ്റ്റീൽ ആയതുകൊണ്ട് സ്റ്റീൽ ഈസ് ഡെഫിനറ്റ്ലി മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. ഓക്കെ, അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാൻ പോകുന്നതാണ്. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. സോ ഇതുവരെ നമ്മൾ പഠിച്ചത് സ്ട്രെസ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കയറാം. ഓക്കെ, അപ്പോൾ കളി തുടങ്ങാൻ പോവാണ്. ഓക്കെ, ആരാധകരെ സാക്ഷിയാക്കി അല്ലേ, ഒരു മെസ്സി അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ കോമ്പറ്റീഷൻ, ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വടംവലി മത്സരം നടക്കുന്നത് പോലെ ഒരു ആവേശോജ്വലമായ ഒരു പോരാട്ടമാണ്. അപ്പം ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം സ്റ്റീലിനെ പിടിച്ച് വലിച്ചു പൊട്ടിക്കാൻ പോവാണ്. സ്റ്റീൽ ഏത് നിമിഷവും പൊട്ടാം. അപ്പോൾ കാത്ത് ഇരിക്കുക. ഈ ആവേശോജ്വലമായ മത്സരം ആർപ്പുവിളികളോടെ നിങ്ങളും കാത്തിരിക്കുക. നോക്കിയേ, അപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ സ്റ്റീലിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീല് തുടങ്ങുകയാണ്, കളി തുടങ്ങുകയാണ്. അപ്പോൾ ആ തുടക്കത്തിൽ ചെറിയ രീതിയിലൊക്കെ സ്റ്റീല് വലിഞ്ഞ് തുടങ്ങുകയാണ്. പതുക്കെ നമ്മളൊരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ലോഡിങ്ങാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരുമ്പോഴത്തേക്കും സ്റ്റീലിൻ്റെ റെസ്പോൺസ് നിങ്ങൾ കണ്ടോണം. അതിസുന്ദരമായ റെസ്പോൺസ് നോക്കിക്കോണം. ഫസ്റ്റ് പാർട്ട് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പാർട്ട് ഇതാ ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് വരും. ഇതൊരു പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇതിനും ഒരു കഥ പറയാനുണ്ട്. ഇത് എന്തുകൊണ്ട് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഭാഗം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയനകത്ത് സ്റ്റീല് വളരെ കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ഇതാണ് ഇലാസ്റ്റിസിറ്റി. ഈ പോയിന്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് പോയിന്റ്, അപ്പോൾ അതിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്. സോ ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ ഒരിക്കലും മറക്കരുത്. എ എന്ന പോയിന്റിന് ഒരു പേരുണ്ട്, ആ പേരാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. ഓക്കെ, ഇതുവരെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു കളിയുണ്ട്. അതായത് ഇത് 1-to-1 റിലേഷൻഷിപ്പാണ്. മനസ്സിലായോ? അതായത് ഒരു പർട്ടിക്കുലർ വലിക്ക് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ്. അതായത് നിങ്ങൾ സ്റ്റീലിനെ പിടിച്ച് വലിക്കുമ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ കുറച്ച് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടാകും, വളരെ ചെറിയ ഡയമെൻഷനിലുള്ള എലോങ്ങേഷൻ ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ ഞാൻ വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് പഴയ ഷേപ്പിലേക്ക് വരും. പക്ഷേ ആ തുടക്കത്തിൽ സ്റ്റീൽ ഓഫർ ചെയ്യുന്നത് ഒരു 1-to-1 റിലേഷൻഷിപ്പാണ്. അതായത് ഓരോ സ്ട്രെയിനിനും എന്തുണ്ട്, ഓരോ പർട്ടിക്കുലർ സ്ട്രെസ് ഉണ്ട്. ഇത് എവിടം വരെ തുടരും? ഇവിടെ വരെ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റാണ്, പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയണം, ഇത് എവിടെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാലും സെയിം വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ലോപ്പിനൊരു പേര് നമുക്ക് കൊടുക്കാം. ഇതല്ലേ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. അപ്പോൾ ഇവിടെ ഇതൊരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലായത്. എവിടെ നിന്ന് എവിടം വരെയാണ്? അപ്പോൾ O to A എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്, കോൺസ്റ്റൻറ്റ് സ്ലോപ്പാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സ്ലോപ്പിന് ഒരു പേര് കൊടുത്താലോ. ഈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്ന ഈ
റേഷ്യോ, ഇതൊരു ഇതേ ബൈ ഇത് അല്ലെങ്കിൽ ഇതേ ബൈ ഇത് അല്ലെങ്കിൽ ഇതേ ബൈ ഇത് എന്ന് പറയുന്നത് എല്ലാം ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അത് കോൺസ്റ്റന്റ് ആണെന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഇതിന് നമ്മളൊരു പേര് വിളിക്കുകയാണ് ആ സ്ലോപ്പിന്, കോൺസ്റ്റന്റ് സ്ലോപ്പിന്. അതിൻ്റെ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഈ പ്രപ്പോർഷണാലിറ്റി ആദ്യം കണ്ടുപിടിച്ച ആൾ ഹുക്കാണ്, ഹുക്ക്. അപ്പോൾ ഇതിനെ ഹുക്സ് ലോ എന്നും നമ്മൾ പറയുന്നു, ഹുക്സ് ലോ. അപ്പോൾ ഈ ഹുക്സ് ലോ ഒന്ന് നല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ, എങ്ങനെ പറയണം? പിന്നെ പർട്ടിക്കുലർ സ്പെസിമെൻ ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻഷൻ ഓർ കംപ്രഷൻ, ആക്സിൽ ടെൻഷൻ ഓർ കംപ്രഷൻ. കാരണം ഈ മെറ്റീരിയലിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെയല്ലേ ലോഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ആക്സസിൽ കൂടിയാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആക്സിൽ ടെൻഷനോ അല്ലെങ്കിൽ ആക്സിൽ കംപ്രഷനോ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും തുടക്കത്തിൽ എ റീജൻ ഇൻ ദ സ്റ്റാർട്ടിങ് ഷോസ് എന്താണ് 1-to-1 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആൻഡ് ദാറ്റ് റീജൻ ഈസ് പെർഫെക്റ്റ് സ്ട്രേറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പ്. അപ്പോൾ ആ റീജനെ നമ്മൾ പ്രപ്പോർഷണാലിറ്റി റീജൻ എന്ന് വിളിക്കും. ഇനി ആ പോയിന്റ്, ആ പ്രപ്പോർഷണാലിറ്റി നേച്ചർ തീരുന്ന പോയിന്റാണ് എ. അതിനപ്പുറത്തോട്ട് പ്രപ്പോർഷണാലിറ്റി അല്ല. ഓക്കെ, ഈ രീതിയിലല്ല, സ്ട്രേറ്റ് ലൈനിലല്ല. അപ്പോൾ ആ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയും. ലിമിറ്റ് എന്ന് പറയാൻ കാര്യം അതിനപ്പുറത്തോട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രപ്പോർഷണാലിറ്റി അല്ല. ആൻഡ് ഇത് എലാസ്റ്റിക് റീജിയൻ്റെ ഉള്ളിലുമാണ്. കാരണം ലോഡിനെ എടുത്തു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ പോയിന്റ് വെച്ച് ഞാൻ മെഷീൻ ഓഫ് ചെയ്തെന്ന് വിചാരിച്ചു. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റീൽ ഇതേ നേരെ പഴയ പോയിന്റ് തന്നെ തിരിച്ചു വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫ്ലക്ഷൻ കുറഞ്ഞ് വീണ്ടും സീറോയിലേക്ക് വരുമെന്ന്. കാരണം ഇത് സ്ട്രെയിൻ അല്ലേ, സ്ട്രെയിനകത്ത് എന്തുകൊണ്ട് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ഡിഫ്ലക്ഷൻ അതിനകത്ത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ച് പഴയ പോയിന്റിലേക്ക് വരും. ഇപ്പം ഞാൻ വരച്ചത് ഫസ്റ്റ് കേസിൽ O മുതൽ A വരെ നിങ്ങൾ കാണുന്നത് പെർഫെക്റ്റ് സ്ട്രേറ്റ് ലൈൻ ആണ്. പെർഫെക്റ്റ് സ്ട്രേറ്റ് ലൈൻ എന്ന് വിളിക്കാൻ കാര്യം അതിനൊരു കോൺസ്റ്റന്റ് സ്ലോപ്പ് ഉള്ളതുകൊണ്ടാണ്. ആ സ്ലോപ്പിന്റെ പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ തീറ്റ, ഈ ആംഗിള് റബ്ബർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ ഇതാ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. റബ്ബറിനെക്കാട്ടിലും കൂടുതൽ സ്റ്റീലിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മോർ ഇലാസ്റ്റിക് ആരാണ്? സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ O മുതൽ A വരെ കിട്ടി. ഇനിയും ലോഡ് ചെയ്താലോ? നിങ്ങൾ ഇവിടം വരെ ലോഡ് ചെയ്തതേ ഉള്ളൂ ഇപ്പം നിലവിൽ. ഇനി മുന്നോട്ട് വീണ്ടും ലോഡ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ കൂടി വരുമ്പം സ്റ്റീൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന അറിയണോ? അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നോക്കി, അടുത്ത കേസിലേക്ക് എത്തുമ്പോൾ എയിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എത്തും ബി. പക്ഷെ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ കണ്ടുപിടിച്ചത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സ്റ്റിൽ ദ മെറ്റീരിയൽ ഈസ് ഇലാസ്റ്റിക്. ഇപ്പോഴും ഇലാസ്റ്റിക് ആണ്, പക്ഷേ ബിക്ക് അപ്പുറത്തോട്ട് ഇലാസ്റ്റിക് അല്ല. അതുകൊണ്ട് ഈ ബിയെ നമ്മൾ വിളിക്കും ഇലാസ്റ്റിക് ലിമിറ്റ്. കാരണം ബിക്ക് അപ്പുറത്തേക്ക് വീണ്ടും നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക ചെയ്യുന്നത്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വലിച്ചിട്ട് ലോഡിനെ എടുത്തു കഴിയുമ്പം മെറ്റീരിയൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരണം, പഴയ സെയിം ഡയമെൻഷനിലേക്ക് വരണം. അപ്പോൾ അത് വരാതെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ മുന്നിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രെയിൻ, അതിൻ്റെ ഷേപ്പ് മാറിപ്പോയി വീണ്ടും അത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുന്നില്ല, പഴയ ലെവലിലേക്ക് വരുന്നില്ല. റബ്ബർ ബാൻഡ് ഒരു പോയിന്റിന് അപ്പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് ഇനിഷ്യൽ ഷേപ്പിലേക്ക് അല്ല വരുന്നത്, അത് അല്പം വലിഞ്ഞു നീണ്ടു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് അല്പം ഈൽഡായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കടക്കാൻ പോവുകയാണ് സ്റ്റീൽ. ഇപ്പോൾ ബി വരെ അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ബി ഈസ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O to B എന്ന് പറയുന്നത് ഈസ് എലാസ്റ്റിക് റേഞ്ച്. O to B എലാസ്റ്റിക് റേഞ്ച് ആണ്. ഇനി A to B നെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, നോൺ ലീനിയർ ഇലാസ്റ്റിക് റേഞ്ച്. O മുതൽ A വരെ ലീനിയർലി ഇലാസ്റ്റിക് ആയിരുന്നു. ഓക്കെ, നമ്മളിവിടെ കണ്ടത് O to A എന്ന് പറയുന്നത് ലീനിയർലി ഇലാസ്റ്റിക് ആണ്. ആ എനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞു. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിൻ്റെ ഉള്ളിലാണ് ഹുക്സ് ലോ അപ്ലൈ ചെയ്യുന്നത്. ഹുക്സ് ലോ പറഞ്ഞത് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിന്. അപ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിന്. ഇതാണ് ഹുക്സ് ലോ പറഞ്ഞത്. ക്ലിയർ ആണോ? കോൺസ്റ്റന്റ് സ്ലോപ്പാണ്, അതാണ് ഹുക്സ് ലോ. അപ്പോൾ അതവിടെ തീർന്നു. ഇനി ഇവിടെ എത്തുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. അതിനപ്പുറത്തേക്ക് എന്താണ്? വീണ്ടും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ വീണ്ടും പഴയ പോയിന്റിലേക്ക്. ഇവിടെ നിന്ന് നിങ്ങൾ അൺലോഡ് ചെയ്തെന്ന് വിചാരിച്ചു. ഞാൻ അൺലോഡിങ് കാണിച്ചു തരാം, നോക്കണം. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് വെച്ച് നിങ്ങൾ അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് തിരിച്ച് വീണ്ടും പഴയ പോയിന്റിലേക്ക് ട്രേസ് ചെയ്ത് ഒറിജിനൽ തന്നെ വരും. എന്ന് വെച്ചാൽ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത്. ഇപ്പം ഇതേ പിടിച്ച് വലിച്ചു, ഈ ഫോണിനെ ഞാൻ പിടിച്ച് വലിച്ചു, എന്നിട്ട് വിട്ടു, അപ്പോൾ പഴയ പോയിന്റ് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ വലിച്ചപ്പം വലിഞ്ഞിട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല, വലിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഡയമെൻഷൻ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നില്ല, അളക്കാൻ പറ്റുന്നില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി അത് നീണ്ടിട്ടുണ്ട്. നമ്മൾ എന്ത് മെറ്റീരിയലിനെ പിടിച്ച് വലിക്കുമ്പോഴും ഒരു ചെറിയ എക്സ്റ്റൻഷനെ പൊസിഷൻ. ഇപ്പോൾ ഈ സ്പൈഡർമാനെ പിടിച്ച് വലിക്കുകയാണ്, ഇവൻ വലിയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ അല്ലേ, വലിയുന്നുണ്ട്. ഇവനെ വലിച്ചു, എന്നിട്ട് ഞാൻ വിടുമ്പോൾ പഴയ അതേ നീളത്തിലേക്കാണ് തിരിച്ചു പോകുന്നതെങ്കിൽ ഇലാസ്റ്റിക് റീജിയനെ തന്നെയാണ് ഞാൻ വലിച്ചിട്ടുള്ളത്. പക്ഷേ വീണ്ടും മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? അടുത്ത ലെവലിലേക്ക് പോകും. സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും, സി. സോ സി എന്ന പോയിന്റ് നമ്മൾ വിളിക്കാൻ പോകുന്നത് അപ്പർ ഈൽഡ് പോയിന്റ്, UYP.
അപ്പർ ഈൽഡ് പോയിന്റ്. ഓക്കെ, അപ്പർ ഈൽഡ് പോയിന്റ്. വൺസ് ബി എത്തിയതോടുകൂടി എന്ത് നഷ്ടപ്പെട്ടു? എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു അല്ലേ. ഇനി അങ്ങോട്ട് പ്ലാസ്റ്റിസിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സിയിലേക്ക് എത്തി, ഫസ്റ്റ് പോയിന്റ് എത്തി. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സിയിൽ നിന്ന് ഡിയിലെത്തി. ഈ ഡിനെ നമ്മൾ ലോവർ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കും, ലോവർ ഈൽഡ് പോയിന്റ്. ഇനി മുന്നോട്ട് കുറച്ച് റീജിയൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഡി മുതൽ ഇ വരെയുള്ള പോർഷനെ നമ്മൾ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ ഇലാസ്റ്റിക് ആയിരുന്നു അല്ലേ, തുടക്കത്തിൽ ഇലാസ്റ്റിക് ആയിരുന്നു, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരുന്നു. അവിടെ നിന്ന് റൈറ്റ് നൗ ഇപ്പം നമ്മൾ ഏത് സ്റ്റേജിൽ എത്തി? പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് എത്തി. ഇലാസ്റ്റിക് നിന്ന് പ്ലാസ്റ്റിക്. അപ്പം നന്നായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു സ്റ്റീലായിരുന്നു, പാവപ്പെട്ട തങ്കപ്പെട്ട ഒരു സ്റ്റീലായിരുന്നു. പക്ഷെ നമ്മൾ വലിച്ച് അവൻ്റെ ക്ഷമ കടന്നിട്ട് അവൻ എന്തായി? ഈൽഡിലേക്ക് കടന്നു, അവനെ വലിച്ച്. ഇനിയിപ്പോൾ നിങ്ങൾ അൺലോഡ് ചെയ്ത് നോക്കി, ഇനി അൺലോഡ് ചെയ്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. ഇനി നിങ്ങൾ അൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവൻ ട്രേസ് ചെയ്ത് താഴെ വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെയൊക്കെ വന്നേ നിൽക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അവനൊരു റെസിജ്വൽ സ്ട്രെയിൻ ഇങ്ങനെ നിലനിൽക്കും, മനസ്സിലായോ? റെസിജ്വൽ സ്ട്രെയിൻ നിലനിൽക്കും. എവിടെ മുതൽ ആ റെസിജ്വൽ സ്ട്രെയിൻ കാണും? ഇൻഫാക്ട് ബിക്ക് ശേഷം മുതൽ ഏത് പോയിന്റിൽ നിങ്ങൾ വിട്ടാലും ചെറിയ സ്ട്രെയിൻ എന്തൊക്കെ പറഞ്ഞാലും ബാക്കിയുണ്ടാകും. അപ്പോൾ അതാണ് ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സസൈസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്റ്റീലിനെ യൂസ് ചെയ്തോളൂ, നിങ്ങളുടെ മെഷീനകത്തോ നിങ്ങളുടെ ബിൽഡിങ്ങിനകത്തോ ഒക്കെ നിങ്ങൾ സ്റ്റീൽ യൂസ് ചെയ്യും. പക്ഷേ അവിടെ വരാൻ പോകുന്ന ലോഡുകൾ കാരണം ഈ സ്റ്റീല്, നമ്മളിപ്പോൾ പാലമൊക്കെ പണിത് വെച്ചിരിക്കുക, അപ്പോൾ ആ പാലത്തിലൊക്കെ വരാൻ പറ്റുന്ന ലോഡുകളുണ്ട് അല്ലേ, ബെൻഡിങ്ങും ടോർഷനും ടെൻഷനും കംപ്രഷനൊക്കെ വരുമ്പോഴത്തേക്കും സ്റ്റീലിലേക്ക് അതൊക്കെ വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ വരുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന എക്സ്പാൻഷൻ ആയിക്കോട്ടെ, കോൺട്രാക്ഷൻ ആയിക്കോട്ടെ, കംപ്രഷൻ ആയിക്കോട്ടെ, ഈ രണ്ട് കേസിലും വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റിലെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ആയിരിക്കണം ഡിസൈൻ, മനസ്സിലായി? ഈ ചെറിയ വേരിയേഷൻ അലോബിൾ ആണ്, അത് നമുക്ക് കൊടുക്കാം. അതും സമ്മതിക്കുന്നില്ല എങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി എക്സ്പെൻസീവ് ആയിപ്പോഴും ഡിസൈൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയ ഈ പറഞ്ഞ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ അലോ ചെയ്യും. എലാസ്റ്റിക് ഡിസൈനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ എലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നാൽ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ അലോ ചെയ്യും. അപ്പം അതിലും കൂടുതൽ ഈൽഡ് ലെവലിലേക്ക് ഇതാ ഇങ്ങനെ പോയി അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, പിന്നെ പ്ലാസ്റ്റിക്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഡേഞ്ചർ ആവുക, മനസ്സിലായി? കാരണം എന്താണ്? തിരിച്ച് നമ്മൾ അൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റെസിഡ്യൂവൽ സ്റ്റീൽ, നിങ്ങൾ ആലോചിക്കും, ഒരു പാലത്തിന് മേളിൽ കൂടെ വണ്ടി പോയപ്പോഴത്തേക്കും ആ ബീം ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തു. വണ്ടി പോയതിന് ശേഷം ഇത്രയൊന്നും ബെൻഡ് ചെയ്തില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറഞ്ഞാണ്. ചെറിയൊരു ബെൻഡിങ് ഉണ്ടായി. വണ്ടി പോയ ശേഷവും ഈ പാലം ഇങ്ങനെ തന്നെ ഇരുന്നാലോ, അടുത്ത വണ്ടി വരുമ്പോഴത്തേക്കും ഈ കുഴിക്കകത്തോടെ ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ വീണ്ടും പിന്നെയും പോകും അല്ലേ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. വൺസ് ആ വണ്ടി പോകുമ്പോൾ ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടായാലും, ഒരു ഹെവി വണ്ടി പോയപ്പോൾ ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടായാലും അതിനുശേഷം അത് തിരിച്ച് പഴയ പോയിന്റിലേക്ക് വരണം. അപ്പോൾ ആ ലെവലിലുള്ള ലോഡിങ് ഇമ്പാക്റ്റ് ഇതിലുണ്ടാകാൻ പാടുള്ളൂ. അത്ര ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പാടുള്ളെങ്കിൽ അത്ര കനത്തിൽ ഇത് ചെയ്യണം, മനസ്സിലായി? അത്ര നല്ല ഡയമെൻഷനും നല്ല മെറ്റീരിയലും ഇതിന് കൊടുക്കണം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഡിസൈനിലേക്കാണ് നമുക്കൊരു ഐഡിയ ഇവിടെ കിട്ടുന്നത്. അതേസമയം നിങ്ങൾ തീർത്തും കനം കുറഞ്ഞ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വലിയ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ ലോഡിങ് ആ പർട്ടിക്കുലർ മെറ്റീരിയലിനെ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് കടന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് മെറ്റീരിയലിനെ പറ്റി അറിയാമെങ്കിൽ നമുക്ക് ഡിസൈൻ പ്രോപ്പർലി ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മളിപ്പോൾ എവിടം വരെ എത്തി? ഈ വരെ എത്തി. സോ അടുത്ത സ്റ്റേജിലേക്ക് പോവാം, അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോവാം. നോക്കി, സോ നെക്സ്റ്റ് സ്റ്റേജസ് ഈ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾ പീഡിപ്പിക്കുകയാണ് ആരെ? സ്റ്റീലിനെ. UTM മെഷീനകത്ത് വീണ്ടും ലോഡിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റീല് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കും, സാറേ ഇവൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന സ്ട്രെസ് ഇതാണ്, ഇപ്പം പെട്ടെന്ന് എങ്ങനെയാണ് ഇവൻ മേളിലോട്ട് പൊങ്ങിയത്? ഇതൊന്ന് താഴേക്ക് പോയിട്ട് കുറച്ച് നേരം അത് മെയിൻറ്റെയിൻ ചെയ്തു, പക്ഷെ പിന്നെ സ്ട്രെങ്ത് എങ്ങനെയാണ് കൂടിയത്? ഈ സ്ട്രെങ്ത് കൂടാനുള്ള കാരണം എന്താണ്? ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഒരു വടംവലി മത്സരത്തിൽ പോലെ തോക്കാൻ പോകുന്ന ടീമാണ് സ്റ്റീൽ, ഉറപ്പാണ്. കാര്യം നമ്മുടെ ഇരിക്കുന്ന UTM മെഷീനാണ്. അവന് ഇനി ഒരുപാട് ലോഡ് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് സാധിക്കും. സ്റ്റീലിന് ഒരു ലിമിറ്റഡ് സ്ട്രെങ്തേ ഉള്ളൂ അല്ലേ. ആ ലിമിറ്റഡ് തന്നെ വലിയൊരു വാല്യൂ ആണ്. സ്റ്റീൽ വടംവലി മത്സരത്തിൽ തോറ്റു പൊക്കോണ്ടിരിക്കുന്ന ടീമിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ തോക്കാതിരിക്കാൻ പരമാവധി നോക്കും അല്ലേ. അവരെ വലിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്, അവർ നീങ്ങുന്നു എന്ന് അവർക്ക് മനസ്സിലായി, തോക്കാൻ പോകുന്നത് മനസ്സിലായി, തോൽവി മുന്നിൽ കണ്ടു. അപ്പോൾ അവർ പിടിച്ചു നിർത്താൻ നോക്കും അല്ലേ. നമ്മുടെ എന്നാ ആ സിനിമ ഏതാണ്? മഞ്ഞുമൽ ബോയ്സ്. അതിനകത്ത് തൻ്റെ ലൂസ് അടിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗമുണ്ട് അല്ലേ. നമ്മൾ തോക്കാൻ പോകുന്ന ഒരു തോന്നൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, പിടിച്ചു നിർത്താൻ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ അത് നടക്കും, മനസ്സിലായി? മെറ്റീരിയലിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ റീ അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു സംഗതി ഉണ്ട്. ഇവിടെ ഒരു റീ അഡ്ജസ്റ്റ്മെന്റ് നടക്കും. റീ അഡ്ജസ്റ്റ്മെന്റ് വിത്തിൻ ദ സ്പെസിമെൻ. അതിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റീരിയൽ റീ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ട് അവർ തോക്കാതിരിക്കാൻ മാക്സിമം നോക്കും. ഓക്കെ, ഇപ്പം തോക്ക് പിടിച്ചു നിർത്തുകയാണ്. ആ ഒരു പോയിന്റിൽ റീ അഡ്ജസ്റ്റ്മെന്റ് നടക്കുമ്പോൾ, മെറ്റീരിയൽ തമ്മിൽ ഒരു റീ അഡ്ജസ്റ്റ്മെന്റ് നടക്കുമ്പോൾ നോക്കി കുറച്ച് സ്ട്രെങ്ത് കൂടിയതായിട്ട് നമ്മൾ കാണും.
നമുക്ക് തോന്നും, നമുക്ക് അങ്ങനെയാണ് തോന്നുക, കുറച്ചുകൂടെ ലോഡിനെ എടുക്കും. പക്ഷെ അതും കഴിയുമ്പോഴോ ആസന്നമായ മരണം അല്ലേ, അതെല്ലാവരും മരിച്ചല്ലേ പറ്റുള്ളൂ. ഈ പോയിന്റ് അതിന് പറ്റുന്ന ഏറ്റവും മാക്സിമം ആണ്, മനസ്സിലായി. ഈ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ സ്റ്റീൽ സ്പെസിമെൻ എടുത്ത ഏറ്റവും വലിയ എന്താണ് ലോഡ് അല്ലേ, അത്രയും എടുത്തു. അപ്പോൾ ഇങ്ങോട്ട് ട്രേസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സ്ട്രെസ് കിട്ടും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ അൾട്ടിമേറ്റ് എന്ന് വിളിക്കാം. ഇതെന്തായിരുന്നു? ഇത് അപ്പർ ഈൽഡ് പോയിന്റ് ആയിരുന്നു. ഇതെന്തായിരുന്നു? ലോവർ ഈൽഡ് പോയിന്റ് ആയിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഈ പീക്ക് പോയിന്റ് നമ്മൾ അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി അൾട്ടിമേറ്റ് പോയിന്റിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത റീജിയൻ നോക്കി, ഇതിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നമ്മൾ പേര് കൊടുത്തില്ല അല്ലേ, FG. ഓക്കെ, റൈറ്റ് നോ FG എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം? FG എന്ന് പറയുന്നത് നെക്കിംഗ് റീജിയൻ എന്ന് പറയും. നെക്കിംഗ് റീജിയൻ എന്താണെന്നറിയോ? ഈ സമയത്ത് നമ്മുടെ സ്പെസിഫിൻ ഇങ്ങനെയായിരുന്നു ക്രോസ് സെക്ഷൻ എങ്കിൽ ഈ നെക്കിംഗ് റീജിയൻ വരുമ്പോൾ ഇവിടെ ഒരു കഴുത്ത് പോലെ രൂപപ്പെടും. ക്രോസ് സെക്ഷൻ എവിടെയാണോ തോക്കാൻ പോകുന്നത്, എവിടെ നിന്നാണോ ക്രാക്ക് വരാൻ പോകുന്നത്, എവിടെ നിന്നാണോ പൊട്ടാൻ പോകുന്നത്, ആ പോയിന്റ് മെറ്റീരിയൽ സ്പെസിഫിൻ തന്നെ മനസ്സിലാക്കി അവിടെ ഏരിയ കുറഞ്ഞു വരും. അപ്പോൾ ആ ഏരിയ കുറഞ്ഞു വരുന്നതുകൊണ്ട് അവിടെ ഒരു കഴുത്ത് പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കഴുത്ത് പോലെ രൂപപ്പെടുന്നതുകൊണ്ട് നമുക്ക് നെക്കിംഗ് ഉണ്ടായി എന്ന് നമുക്ക് പറയും. അപ്പോൾ ആ നെക്കിംഗ് റീജിയൻ ആണിത്. അപ്പോൾ ഇത് നെക്കിംഗ് ആണ്. അപ്പോൾ റീ അഡ്ജസ്റ്റ്മെന്റിന് ശേഷം നെക്കിംഗ് ഉണ്ടായി. അപ്പോൾ FG എന്ന് പറയുന്നത് നെക്കിംഗ് റീജിയൻ ആണ്. അൾട്ടിമേറ്റ്ലി G എത്തുമ്പോൾ G എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്കിംഗ് സ്ട്രെസ് പോയിന്റ് ആണ്. ബ്രേക്കിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേസ് ചെയ്ത് ഇങ്ങ് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്കിംഗ് പോയിന്റ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ റപ്ചർ പോയിന്റ് എന്നും പറയാം. ബ്രേക്കിംഗ് ഓർ റപ്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കഥ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ആ പച്ച കാണുന്നത് മാത്രമേ പ്ലാസ്റ്റിക് റീജിയൻ അല്ലാത്ത, ഈൽഡിംഗ് ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ട് തിരിച്ച് പഴയ ഷേപ്പ് വരുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര നമ്മുടെ സ്ട്രക്ചറിനെ പറ്റി നമുക്ക് അത്ര കൺസേൺഡ് ആണ്. ആ സ്ട്രക്ചർ ഒരിക്കലും ഷേപ്പ് ഒരു തുള്ളി പോലും, ഒരു mm പോലും, അല്ലെങ്കിൽ ഒരു മൈക്രോമീറ്റർ പോലും, ഒരു ചെറിയ ഷേപ്പ് ഡിഫറൻസ് പോലും വരാൻ പാടില്ല. നമുക്ക് അത്ര നിർബന്ധമുള്ള സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ എലാസ്റ്റിക് തന്നെ ഡിസൈൻ ചെയ്യുള്ളൂ, എലാസ്റ്റിക് റീജിയന് മാത്രമേ ഡിസൈൻ ചെയ്യുള്ളൂ. പക്ഷേ സ്റ്റീലിനൊരു പ്രത്യേകത, നിങ്ങൾ ഈ എലാസ്റ്റിക് Aയും Bയും ഒക്കെ കടന്ന് വീണ്ടും ഇതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ അൾട്ടിമേറ്റ് റപ്ചർ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഇങ്ങ് G വരെ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം. അതായത് ഇനിഷ്യൽ ഈ ഈൽഡിങ് നടന്നതിന് ശേഷം ഈ B ഒക്കെ വന്ന അല്ലെങ്കിൽ C ഒക്കെ വന്നതിന് CD ഈ പോയിന്റുകൾ, ഈ BCD ഒക്കെ അടുത്തടുത്ത പോയിന്റുകൾ, പക്ഷെ അതിനൊക്കെ ശേഷം കുറേ നേരം കുറേ ലോഡിങ് വീണ്ടും മുന്നോട്ട് എത്തിയെങ്കിൽ മാത്രമേ സ്റ്റീൽ പൊട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നോക്കി ഇവിടെ വന്നിട്ട് ഒരുപാട് ശേഷമാണ് പൊട്ടിയതെങ്കിൽ, ഓക്കെ, ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടാണ് പൊട്ടിയതെങ്കിൽ നമുക്ക് ഉറപ്പാണ് നമുക്ക് ആ മെറ്റീരിയലിനെ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് തെറ്റില്ലാതെ വിളിക്കാം. ആ മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയലാണ്. അതേസമയം ചില മെറ്റീരിയൽ ഉണ്ട്, ചിലത് ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഈൽഡ് ചെയ്തു ടപ്പേ പൊട്ടി, അവിടെ പൊട്ടി. ഇതിനെ നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് വിളിക്കും. അപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മുടെ തലയിലിരിക്കുന്ന, തലയുടെ മേളിൽ വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് അല്ലെ സ്ലാബ്, മേളിൽ ഒരു കോൺക്രീറ്റ് റൂഫ് സ്ലാബ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, അതിനകത്ത് സ്റ്റീൽ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ, സ്റ്റീൽ ഉപയോഗിക്കാതെയാണ് അവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്നതെങ്കിൽ, കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. അതിൻ്റെ മേളിൽ ആവശ്യത്തിൽ കൂടുതൽ ലോഡിങ് വന്നല്ലേ, എർത്ത് ഫോഴ്സ് എന്തെങ്കിലുമൊക്കെ ഫോഴ്സസ് ഒക്കെ കാരണം ഒരു പെട്ടെന്ന് ലോഡിങ് കൂടി ഇവൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് പൊട്ടിക്കുമ്പോൾ എത്ര വേഗത്തിലാണ് അത് പൊട്ടിപ്പോകുന്നത് എന്ന് പറഞ്ഞ പോലെ പട്ടപ്പട്ടയെന്ന് എല്ലാം കൂടെ പൊട്ടി തലയിലിരിക്കും. നമുക്ക് എന്താ സംഭവിച്ചെന്ന് ചിന്തിക്കാൻ പോലും ഓർത്തെടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടാവും അത്ര വേഗത്തിൽ. പക്ഷെ ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതല്ല അവസ്ഥ. ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കുറേ പോകാനുണ്ട്, മനസ്സിലായി. ഈവൻ ഇഫ് ഈ ഈൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരുപാട് ലോഡ് ചെയ്ത് അവസാനമേ ചെന്ന് പൊട്ടുള്ളൂ. അപ്പോൾ ഡക്റ്റൈലിൻ്റെ പ്രത്യേകത അതാണ്, സമയമെടുത്ത് കുറേ ഈൽഡ് ചെയ്തതിന് ശേഷമേ പൊട്ടുള്ളൂ. അപ്പോൾ ഡക്റ്റൈലിൽ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റീലും കൂടെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. അത് നമുക്ക് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് ചില പാലത്തിൻ്റെ അടിയിലോ ബിൽഡിങ്ങിൻ്റെ അടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ കമ്പിയൊക്കെ തെളിഞ്ഞിരിക്കുന്നതാണ്. അത് ചിലപ്പോൾ സ്പാളിങ് മാത്രമായിരിക്കും, ചില കേസിൽ കോൺക്രീറ്റ് അടന്നു പോയതായിരിക്കും. അത് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് വരുത്തിയ ചില പിഴവുകൾ കാരണം വന്നാണ് ഈ സ്പാളിങ്. അതല്ല ഞാൻ പറഞ്ഞ എക്സ്ട്രീം ലോഡിങ് കാരണം ആക്ച്വൽ ബെൻഡിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റീൽ ഉള്ളത് കൊണ്ട് ഒരുപാട് മുന്നോട്ട് ചെന്നിട്ട് ഡക്റ്റൈൽ ഫെയിലിയർ മാത്രമേ അതിനകത്ത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് കോഷന് ടൈമുണ്ട്. അത് കാണുമ്പം അത് പൊളിയാൻ പോകുന്ന ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും പ്രിഫർ ചെയ്യുന്ന ഡക്റ്റൈൽ ഫെയിലിയർ ആണ്, ബ്രിട്ടിൽ ഫെയിലിയർ അല്ല. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽ പലപ്പോഴും ഡക്റ്റൈൽ മെറ്റീരിയലാണ്. അപ്പം ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കാണുമ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയലിനെ പറ്റി ഒരുപാട് ഐഡിയ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. നോക്കി, ഈ മെറ്റീരിയൽ ഒരെണ്ണം ഇങ്ങനെ പോയി, വേറെ ഒരെണ്ണം ഇങ്ങനെ പോയി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും ഇലാസ്റ്റിക് ആരായിരിക്കും? ഗ്രീൻ ആയിരിക്കും അല്ലേ. ഈ കേസിൽ ഗ്രീനാണ്
മോർ ഇലാസ്റ്റിക്. കാരണം എന്താണ്? θ1 θ2 അല്ലേ? ഇപ്പം ഈ 1 എന്ന് പറയുന്നത് tan θ1 ആണ്. യങ്സ് മോഡുലസ് ഓഫ് 2 എന്ന് പറയുന്നത് tan θ2 ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു കാര്യം പറയാം, E1 ഈസ് ഗ്രേറ്റർ ദാൻ E2. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇലാസ്റ്റിക് ആരാണ്? E1 ആണ്. ഫസ്റ്റ് മെറ്റീരിയൽ. ഓക്കെ. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മൾ പഠിച്ചു, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇങ്ങനെ ഒരുപാട് വലത്തേക്ക് പോകുന്ന ഒരു കർവുണ്ട്, വളരെ കുറച്ച് മാത്രം പോകുന്നൊരു കർവുണ്ട്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറയാം? ഇതാണ് മോർ ഡക്റ്റൈൽ എന്ന് പറയാം. അപ്പോൾ ഡക്റ്റിലിറ്റി കമ്പയർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം, എലാസ്റ്റിസിറ്റി കമ്പയർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ. സോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇത് സ്ട്രെസ്, ഇത് സ്ട്രെയിന്. അപ്പോൾ ചില മെറ്റീരിയലിനുള്ളത് പ്രിഡോമിനൻ്റ്ലി അവരുടെ ആ കർവിനകത്ത് പ്രിഡോമിനൻ്റ്ലി ഉള്ളത് ഇങ്ങനെ ഒരു റീജിയൻ ആയിരിക്കും. ചില മെറ്റീരിയലിനകത്ത് പ്രിഡോമിനൻ്റ്ലി ഉള്ളത് ഇങ്ങനെ ആയിരിക്കും. ചിലതിനകത്ത് നമ്മൾ നോക്കുമ്പം ഇങ്ങനെ കാണുന്നുണ്ടാവും. ചില മെറ്റീരിയൽ നമ്മൾ നോക്കുമ്പം ഇങ്ങനെ ആയിരിക്കും കാണുക, ചില മെറ്റീരിയൽ ഇങ്ങനെ ആയിരിക്കും കാണുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പല വക മെറ്റീരിയൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അനലൈസ് ചെയ്യുമ്പം കണ്ടുമുട്ടാറുണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേകതയാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം. ഓൾറെഡി നമ്മൾ ഡക്റ്റൈലും ബ്രിട്ടിലും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നോക്കി, ഇപ്പോൾ ഒരു മെറ്റീരിയൽ ആദ്യത്തേത്, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിന് കൂടുതലും എന്താണ്? ഇതിന് ഹൊറിസോണ്ടൽ പോർഷനാണ്. അപ്പോൾ ഇത് ഐഡിയലി പ്ലാസ്റ്റിക് ആണ്, ഐഡിയൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയും. കാരണം ഇതിന് പ്ലാസ്റ്റിക് റീജിയനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയൽ, പ്ലാസ്റ്റിക് മാത്രമുള്ള മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഐഡിയൽ പ്ലാസ്റ്റിക് എന്ന് വിളിച്ചത്. അപ്പോൾ ഐഡിയൽ പ്ലാസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കി, ഈ സ്ട്രെങ്തേ അവന് ഓഫർ ചെയ്യാനുള്ളൂ, ആ ഒരു ഒറ്റ സ്ട്രെങ്തേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ റേറ്റ് ഓഫ് ലോഡിങ് കൂട്ടി പോവാണ്, മെറ്റീരിയൽ വലിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അവൻ പ്രത്യേകിച്ച് എക്സ്ട്രാ റെസിസ്റ്റൻസ് ഒന്നും ഓഫർ ചെയ്യുന്നില്ല. തുടക്കത്തിൽ എത്രയാണോ അതേ റെസിസ്റ്റൻസ് തന്നെ വരും. അപ്പോൾ ഐഡിയൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് വലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഐഡിയൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ. സെയിം റെസിസ്റ്റൻസേ ഉള്ളൂ, തുടക്കവും ഒടുക്കവും ഐഡിയൽ പ്ലാസ്റ്റിക്. പിന്നെ ഇതെന്താ കണ്ടത്? ഇവിടെ ഈ കാണുന്നത് എന്താണ്? ഇത് ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഇനി നോക്കി, ഇതെന്തായി കാണുന്നത്? ഇത് ഇലാസ്റ്റിക്കിലാണ് വന്നത്, അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടായി പോകുന്നത്? അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു റീജിയൻ. ഈ റീജിയൻ നമ്മൾ ഓൾറെഡി പഠിച്ച സ്ട്രെസ് സ്ട്രെയിൻ കർവ്, MS-ന്റെ മൈൽഡ് സ്റ്റീലിൻ്റെ കർവിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ അങ്ങനെ ഒരു റീജിയൻ? ഇവിടെ ഒരു റീജിയൻ കണ്ടില്ലേ, റീ അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ വിളിച്ച റീജിയൻ. അപ്പോൾ അതിനെ സ്ട്രെയിൻ ഹാർഡനിങ് എന്നും വിളിക്കും. സ്ട്രെയിൻ ഹാർഡനിങ്, മെറ്റീരിയൽ റീഅറേഞ്ച്മെന്റ് നടക്കുന്ന, റീ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്ന സമയത്ത് അത് മെറ്റീരിയൽ സ്പെസിമെൻ കുറച്ച് സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോപ്പ്, ഫസ്റ്റ് ഉള്ള സ്ലോപ്പിനെ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്ന് തന്നെ വിളിക്കുക. ഇത് ഇലാസ്റ്റിക് റീജിയൻ. പക്ഷേ സെക്കൻഡ് റീജിയൻ ഇങ്ങനെ വീണ്ടും ഒരു സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് സ്ട്രെയിൻ ഹാർഡനിങ് ആണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ മെറ്റീരിയലിന്, അതായത് മൂന്നാമത് നമ്മൾ കാണുന്ന മെറ്റീരിയലിന് എന്താണ്? എലാസ്റ്റിക് ആൻഡ് സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഓരോ മെറ്റീരിയലും നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ മെറ്റീരിയലൊക്കെ കാണിക്കുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവുകൾ ഇങ്ങനെ ആയിരിക്കും എന്നൊരു സൂചനയാണ് ഞാൻ തരുന്നത്. അപ്പോൾ മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അത് നോക്കി, അടുത്തത് ഇത് നോക്കി, ഇവിടെ ഇത് സ്ട്രെസ്, ഇത് സ്ട്രെയിൻ. ഇവിടെ കർവ് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? നേരെ വെർട്ടിക്കലി മേലേക്കാണ് പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിനും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ഭയങ്കര ലോഡിങ് കൊടുക്കാൻ നോക്കി, ഇവൻ ഇൻഫിനിറ്റ് സ്ട്രെങ്താണ് കാണിക്കുന്നത്. അവൻ്റെ സ്ട്രെങ്ത് പോകുന്ന പോക്കുണ്ടോ? നിങ്ങൾ മുന്നോട്ട് വലിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ സ്ട്രെങ്ത് പോകുന്ന പോക്കുണ്ട്, ഇൻഫിനിറ്റിയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ, ഇവനെ ഡിഫോം ചെയ്യിക്കാനേ പറ്റുന്നില്ല, അവൻ്റെ ഷേപ്പേ മാറുന്നില്ല. ഒരു റബ്ബർ ബാൻഡ് ഇട്ടിരിക്കാന്ന് വിചാരിക്കും, അവൻ പിടിച്ച് വലിക്കാൻ നോക്കിയിട്ട് അവൻ വലിയുന്നില്ലെങ്കിൽ എന്താണ്? അത് ആക്ച്വലി റബ്ബർ അല്ലെന്നാണ് അർത്ഥം. പിന്നെ എന്താണ്? അവൻ ഐഡിയൽ റിജിഡ് മെറ്റീരിയലാണ്. S1-ൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചപ്പോൾ അവിടുത്തെ മെറ്റീരിയൽസ് ഒന്നും വലിഞ്ഞിരുന്നില്ല, ഒരുപാട് ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്തെങ്കിലും എല്ലാം ഇക്വിലിബ്രിയത്തിലായിരുന്നു നമ്മൾ പറഞ്ഞപ്പോൾ അല്ലേ. കാരണം എന്താ? അവിടെ നിങ്ങൾ പഠിച്ചത് റിജിഡ് ബോഡി മെക്കാനിക്സാണ് പഠിച്ചത്, റിജിഡാണ്. പക്ഷേ ഇപ്പോൾ ഫ്ലെക്സിബിൾ ലോകത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ഈ സെമസ്റ്ററിൽ നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അഥവാ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ വലിയാനുള്ള സാധ്യതയുണ്ട്, നീളം വെക്കാനും കുറയാനും കംപ്രസ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അത് എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. ഈ മോഡ്യൂളിൽ തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ. സോ ഐഡിയൽ റിജിഡ് മെറ്റീരിയൽ കണ്ടു. ഇനി അടുത്ത നോക്കി, സ്ട്രെസ് സ്ട്രെയിൻ. ഈ പോകുന്ന എന്താണ്? ഇത് നോക്കിയാൽ നിങ്ങളൊരു ചെറിയ ഇൻഫൈനറ്റിസിമലി സ്മോൾ, വളരെ ചെറിയ ഒരു ലോഡിങ് കൊടുത്ത സമയത്ത് തന്നെ, ഒരു റേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇതങ്ങ് ചെറപറാ വലിഞ്ഞിങ്ങ് പോവാണ്, മനസ്സിലായോ? അപ്പോൾ വലിയ റെസിസ്റ്റൻസ് ഒന്നും കാണിക്കുന്നില്ല, വലുതെന്നല്ല, നെഗ്ലിജിബിൾ, സീറോ റെസിസ്റ്റൻസ് തന്നെ വിളിച്ചു. സീറോ റെസിസ്റ്റൻസ്. നമ്മൾ റേറ്റ് ഓഫ് ലോഡിങ് കൊടുക്കുമ്പോൾ തന്നെ ഇതങ്ങ് പോവാണ്. അത് ഒഴുകുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഒഴുകുന്നത് എന്താണ്? അത് ഐഡിയൽ ഫ്ലൂയിഡാണ്. ഐഡിയൽ
ഫ്ലൂയിഡാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻസ് പോസിബിൾ ആണ്. ഐഡിയൽ, പ്ലാസ്റ്റിക്, ഇലാസ്റ്റിക്. നോക്കി, ഇനി ഇങ്ങനെ ഒരെണ്ണം വന്നാലോ, ഇതിനെ എന്തെന്ന് വിളിക്കും? ദിസ് ഈസ് ഇലാസ്റ്റോപ്ലാസ്റ്റിക് മെറ്റീരിയൽ. ഇലാസ്റ്റോപ്ലാസ്റ്റിക്. അപ്പോൾ നമ്മൾ കുറേ അധികം ക്ലാസിഫിക്കേഷൻസ് ഇപ്പോൾ കണ്ടു. 4, 5, 6. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബേസ്ഡ് ഓൺ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് പറയുന്നത്. ഇനിയും വേണമെങ്കിൽ പറയാം. ഇനി നോക്കി, ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് അത് ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, തീർന്നു എന്ന് വിചാരിക്കുക. മറ്റൊന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, തീർന്നു. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ എലാസ്റ്റിക് റീജിയൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ടും രണ്ടാണ് അല്ലേ? ഈ ഏരിയ ഞാൻ A1 എന്ന് വിളിച്ചു, ഈ ഏരിയ ഞാൻ A2 എന്ന് വിളിച്ചു. ഡെഫിനറ്റ്ലി A2 ഈസ് ഗ്രേറ്റർ ദാൻ A1, ഒരു സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് മെറ്റീരിയൽ 2 ആണ്, ഇത് മെറ്റീരിയൽ 1 ആണ്. അപ്പോൾ ഈ കേസിൽ A2 ഗ്രേറ്റർ ദാൻ A1 ആയ സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, മെറ്റീരിയൽ 2 ഈസ് മോർ റെസിലിയൻറ്റ് ദാൻ മെറ്റീരിയൽ 1. മനസ്സിലായി? നമ്മൾ ഈ ഏരിയ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കിട്ടുന്നത് എന്താണെന്ന് അറിയാം? ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഏരിയ എടുക്കുമ്പോൾ, ഏരിയ അണ്ടർ ദി കർവ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ആക്ച്വലി അതിനെ സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കും. ഓക്കെ, സ്ട്രെയിൻ എനർജി നമുക്ക് ഓക്കെ സൂക്ഷിച്ച് നോക്കുക. ഇത് സ്ട്രെസ്, ഇത് സ്ട്രെയിൻ. ഓക്കെ, ഏരിയ അണ്ടർ ദി കർവ്, ഈ ഏരിയനെ ഏരിയ അണ്ടർ ദ കർവ് ഈസ് എന്താണ്? സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. ഇനി ഇത് തന്നെ സ്പെസിഫിക്കലി രണ്ട് രീതിയിൽ പറയും. ഒന്ന് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്, മറ്റൊന്ന് അപ് ടു ബ്രേക്കിംഗ് പോയിന്റ്. ഇനി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള ഏരിയ മാത്രമാണ്. ഇതിപ്പം എത്ര വരെയെന്ന് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ കീഴിൽ വരുന്ന ഏരിയ. അപ്പോൾ അതിനെ നമ്മൾ ഏരിയ അണ്ടർ ദി കർവിനെ നമ്മൾ വിളിക്കുന്നത് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം എന്നാണ് ഇൻ ജനറൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇനിയും പ്രിസൈസ് ആയിട്ട് പറയണം, അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള, അതായത് ഇതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്, ആ പോയിന്റ് വരെയുള്ള ഏരിയ മാത്രം. ഇതെന്ന് പറയുന്നത് ഈസ് കോൾഡ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം. ഇനി ഇവിടെ അപ് ടു ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ പോയി, അത് കഴിഞ്ഞിട്ട് ഇത് അപ്പർ ഈൽഡ് ലോവർ ഈൽഡ് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് പൊട്ടി. അപ്പോൾ ആ ഏരിയ, ഈ യെല്ലോ ഏരിയ, ഈ ഏരിയ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്നത് ഈസ് കോൾഡ് ടഫ്നെസ് പെർ യൂണിറ്റ് വോളിയം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചോണം. ഇൻ ജനറൽ നമ്മളെന്താ പറയുന്നത്? ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഓക്കെ, ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇതിൻ്റെ പേരെന്താണ്? ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇതിൻ്റെ പേര് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. ഒരു പേരുടെ വേണമെങ്കിൽ വിളിക്കാം, മോഡുലസ് ഓഫ് സ്ട്രെയിൻ എനർജി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഇതിൻ്റെ പേരെന്താണ്? റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം ഓർ മോഡുലസ് ഓഫ് റെസിലിയൻസ്. ലാസ്റ്റ് വൺ, ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അപ് ടു ബ്രേക്കിംഗ് പോയിന്റ്. ദിസ് ഇസ് കോൾഡ് ടഫ്നെസ് പെർ യൂണിറ്റ് വോളിയം, ഓൾസോ കോൾഡ് മോഡുലസ് ഓഫ് ടഫ്നെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നുകൂടെ വരാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് UPSC അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾ, ISROയുടെ പരീക്ഷ എടുത്ത് നോക്കിയാലോ, UPSC എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിൻ്റെ പരീക്ഷ നോക്കിയാലും, ഗേറ്റ് എക്സാം ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പോയിന്റ് പലയിടത്തും ചോദിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഡേറ്റ തന്നിട്ടുള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഓരോന്നും എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നോക്കി, ഇത് അപ് ടു ഏത് പോയിന്റ് വരെ തന്നിരിക്കുന്നത്? സ്ട്രെസ് സ്ട്രെയിൻ കർവ് എവിടം വരെ തന്നിരിക്കുന്നത്? ഈ ഏരിയ, ഇത് ഇലാസ്റ്റിക് ലിമിറ്റ് ആണെന്ന് വിചാരിച്ചു, ഇത് ഇലാസ്റ്റിക് ലിമിറ്റ് തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ A2 വലുതാണ്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള ഏരിയനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്?
റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയമാണ്. അപ്പോൾ അത് രണ്ടാമത്തെ മെറ്റീരിയലിന് കൂടുതലാണ്, ഏറ്റവും ആണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ മെറ്റീരിയലാണ് കൂടുതൽ റെസിലിയൻറ്റ് എന്ന് പറയാം. നേരെ മറിച്ച് എലാസ്റ്റിക് ലിമിറ്റിന് പകരം അൾട്ടിമേറ്റ് പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്ന പോയിന്റാണ് എടുത്തിരുന്നെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ഇങ്ങനെ വരുന്ന ഈ അവസാനം പൊട്ടുന്ന പോയിന്റ് റപ്ചർ പോയിന്റാണ് നമ്മൾ എടുത്തതെങ്കിൽ ഈ മൊത്തം ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലോ, അപ്പോൾ നമ്മൾ പറയും മെറ്റീരിയൽ 2 ഈസ് മോർ ടഫർ ദാൻ മെറ്റീരിയൽ 1 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവുകൾ കമ്പയർ ചെയ്തിട്ട് മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻസ് നടത്താറുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ സിലബസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യും എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. വേണമെങ്കിൽ കൂടിപ്പോയാൽ ഒരു എ പാർട്ട് ക്വസ്റ്റ്യന് മാക്സിമം ചോദിക്കാം, അല്ലാതെ ഒരു ബി പാർട്ട് ക്വസ്റ്റ്യനൊന്നും വരാനുള്ള സ്കോപ്പ് കാണുന്നില്ല. ഓക്കെ, എനിവേ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇതെല്ലാം ഓരോ വാക്കും കീ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യണം. ഇതിനകത്ത് ഓരോരോ പോയിന്റുകളും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷേ ഈ എലാസ്റ്റിക് കർവ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തന്നെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാ പോയിന്റും നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. ഇത് ഒറിജിൻ പോയിന്റ്, സ്ട്രെയിൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഡിഫോർമേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, റെസിസ്റ്റൻസ് 0 പോയിന്റാണ്. പക്ഷേ പിന്നീട് എ എന്ന് പറയുന്ന പോയിന്റ് വരെ പെർഫെക്റ്റ് സ്ട്രേറ്റ് ലൈൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. യങ്സ് മോഡുലസ് ആണത്. അത് സ്റ്റീലിന് 2 × 10⁵ ആണ്. സ്റ്റീലിന് 2 × 10⁵ മെഗാ പാസ്കലാണ്. അല്ലെങ്കിൽ മെഗാ പാസ്കലും ന്യൂട്ടൺ പെർ mm² സെയിം ആണ്. എയിലെത്തി. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവം? ഇവിടെ പ്രപ്പോർഷണാലിറ്റി ഉണ്ട്, എലാസ്റ്റിക്കും ആണ്, പക്ഷേ ലീനിയർലി പ്രപ്പോർഷണൽ അല്ല എന്ന് വേണം പറയാൻ, അല്ലേ? അങ്ങനെ ബി എത്തി. ബി കഴിഞ്ഞ് സിയിലേക്ക് എത്തിയപ്പോൾ എന്താണ് അവസ്ഥ? സിയിലേക്ക് എത്തിയപ്പോൾ സി അപ്പർ ഈൽഡ് പോയിന്റ് ആണ്. ഇതും ഒരു ഈൽഡിംഗ് പോയിന്റ് ആണ്. ഡി മറ്റൊരു ഈൽഡിംഗ് പോയിന്റ് ആണ്. എന്താ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഇലാസ്റ്റിക് റീജിയനിൽ നിന്ന് പ്ലാസ്റ്റിക് റീജിയനിലേക്ക് മാറുന്ന പോയിന്റിനെയാണ് നമ്മൾ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഈൽഡ് പോയിന്റ് തന്നെ 2 ഉണ്ട്, സിയിലും ഡിയിലും ഉണ്ട്. 2 ഈൽഡ് പോയിന്റ്, ഒരു അപ്പർ പോയിന്റിൽ എത്തിയിട്ട് പിന്നെ ഒരു ലോവർ പോയിന്റ് എത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഡിയിലാണ് ഒബ്വിയസ്ലി സ്ട്രെങ്ത് കുറവ് കാണിക്കുന്നത്. ഡിസൈനിൽ ഇതിൽ ഏതാണ് ഈൽഡ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡി എന്ന് പറയുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് സ്ട്രെങ്ത് ആയിട്ട് ഡിനോട്ട് ചെയ്യുക. സീനെക്കാട്ടിൽ നമ്മൾ ഡീനെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഈ കർവ് ഇങ്ങനെ പോകുന്നു, സ്ട്രെയിറ്റ് പോർഷൻ ഇങ്ങനെ പോകുന്നു, പിന്നെ മേളിൽ പോയി പൊട്ടി താഴെ പോയി, അല്ലേ? ഇങ്ങനെ പോവുക. അപ്പോൾ ഇതിനകത്ത് ഈൽഡ് പോയിന്റ് തന്നെ 2 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഈൽഡ് പോയിന്റ് ആയിരിക്കും, അതായത് FE 415 സ്റ്റീലാണെങ്കിൽ ഈ ഈൽഡ് പോയിന്റ് ആയിരിക്കും 415 MPa എന്ന് പറയുന്ന വാല്യൂ. മനസ്സിലായോ? ഇതായിരിക്കും നമ്മൾ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ട്രെങ്ത്. അപ്പോൾ ആ സ്ട്രെങ്ത് എന്തുകൊണ്ട് അപ്പർ ഈൽഡ് പോയിന്റിനെക്കാട്ടിലും എന്തുകൊണ്ട് ലോവർ ഈൽഡ് പോയിന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും അപ്പറിനെക്കാട്ടിലും കുറവാണ് ലോവർ. അപ്പം ലോവർ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ സേഫർ. കാരണം എന്തായാലും 415 എല്ലാ അവസ്ഥയിലും കിട്ടുമല്ലോ, അല്ലേ? അപ്പോൾ അതിനെക്കാട്ടിലും വലിയൊരു വാല്യൂ, ഈ 415 ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരു 430 450 ആണെന്ന് വിചാരിച്ചു. ഈ 450 റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? 450 എല്ലായ്പ്പോഴും സ്ട്രെങ്ത് കിട്ടില്ല. ആ റീജിയനിൽ ആ പർട്ടിക്കുലർ പോയിന്റിലേ കിട്ടുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്ക് അത് കിട്ടത്തില്ല, അല്ലേ? ഇപ്പോൾ പ്ലാസ്റ്റിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, എല്ലായ്പ്പോഴും ഓഫർ ചെയ്ത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന സ്ട്രെങ്ത് 415 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പർ ഈൽഡ് പോയിന്റിനെക്കാട്ടിലും കൂടുതലായിട്ട് ലോവർ ഈൽഡ് പോയിന്റിനെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നതെന്ന് യൂഷ്വലി പറഞ്ഞു കേൾക്കുന്ന ഒരു ഡെഫിനിഷനാണ്. പക്ഷേ അതിനെക്കാട്ടിലും കൃത്യമായ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലോവർ ഈൽഡ് പോയിന്റ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ പോയിന്റ്. ഇതാണ് റിലയബിൾ പോയിന്റ്. അതാണ് റീസൺ കേട്ടോ. മറ്റേത് സേഫർ ആണ്, ശരിയാണ്. സേഫർ എന്ന് പറയുന്നത് യാദൃശ്ചിക വന്നു പോയതാണ്. പക്ഷേ ലോവർ ഈൽഡ് പോയിന്റ് ആണ് കൂടുതൽ റിലയബിൾ എന്ന് ഞാൻ പറയാൻ കാര്യം, ഡെസ്പൈറ്റ്, മനസ്സിലായി? അതായത് നമ്മൾ എടുക്കുന്ന ക്രോസ് സെക്ഷൻ അത് സ്ക്വയർ ആയിക്കോട്ടെ, സർക്കുലർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇനി ഈവൻ ഇഫ് നമ്മൾ റേറ്റ് ഓഫ് ലോഡിങ് ഒരല്പം മാറ്റം ഉണ്ടെന്ന് വിചാരിച്ചു, ഓക്കെ? അതായത് ഇന്ത്യയിലെ ഒരു ലാബിൽ നമ്മൾ ചെയ്യുമ്പോഴും, ഇവിടെ കേരളത്തിൽ ഒരിടത്ത് ചെയ്യുമ്പോഴും, കാശ്മീർ ചെയ്യുമ്പോഴും, അമേരിക്ക ചെയ്യുമ്പോഴും ഒക്കെ ചിലപ്പോൾ ചിലരെങ്കിലും സ്പെസിഫിക് ഈ സ്പെസിമെൻ്റെ ഷേപ്പ് വേറൊരു ഷേപ്പോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലോഡിങ് മറ്റൊന്നോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്ന അപ്പർ ഈൽഡ് പോയിന്റ് സ്ലൈറ്റ്ലി വേരി ചെയ്യാറുണ്ട്. പക്ഷേ ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. മനസ്സിലായി? അത് നിങ്ങൾ ഷേപ്പ് മാറ്റിയാലോ റേറ്റ് ഓഫ് ലോഡിങ് മാറ്റിയാലോ ഒന്നും ഈ ലോവർ ഈൽഡ് പോയിന്റ് മാറത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാം, റിലയബിൾ ആണ്. അതുകൊണ്ട് ആ വാല്യൂ ആണ് നമ്മൾ സ്റ്റീലിൻ്റെ
പേരിനകത്ത് മനസ്സിലായി, അതിൻ്റെ ഡെസിഗ്നേഷനിൽ നമ്മൾ കൊടുക്കുന്ന പേര് FE415 നമ്മൾ വിളിക്കുന്നെങ്കിൽ ആ 415 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോവർ ഈൽഡ് പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് ലോവർ ഈൽഡ് പോയിന്റ് ഈസ് മോർ റിലയബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഷേപ്പ് ആൻഡ് റേറ്റ് ഓഫ് ലോഡിങ്, ഷേപ്പ് ഓഫ് സ്പെസിമെൻ ആൻഡ് റേറ്റ് ഓഫ് ലോഡിങ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ചോദ്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി അതുപോലെ റെസിഡ്യൂവൽ സ്ട്രെയിൻ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയാം, വൺസ് ദ ലോഡിങ് ഈസ് ബിയോണ്ട് ദ yield point, then that is the specimen entered into a plastic stage. Then if unloading is done, then the material will show some residual strain എന്ന് പറയാം, മനസ്സിലായി, will show some strain and that strain is called residual strain. That strain which is retained even after unloading is called residual strain. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് residual strainനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എന്താണ് സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, once the material is started yielding, a particular region in stress strain curve shows regaining of strength. ആ ഏരിയനെയാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ ദ മെറ്റീരിയൽസ് റീഅഡ്ജസ്റ്റ് എമോങ് ദംസെൽസ് ടു ഗെറ്റ് ദ മാക്സിമം സ്ട്രെങ്ത്. പൊട്ടിപ്പോവാതിരിക്കാനുള്ള ലാസ്റ്റ് ശ്രമമാണ്. അപ്പോൾ അതാണ് സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ. ഇനി എന്താണ് നെക്കിംഗ് റീജിയൻ? നെക്കിംഗ് റീജിയൻ ഈസ് ദാറ്റ് റീജിയൻ വിത്തിൻ ദ പ്ലാസ്റ്റിക് റേഞ്ച് and comes just before rupturing, അല്ലേ, just before rupturing, where the cross section of the specimen reduces drastically. അത് വളരെ അധികമായിട്ട് ക്രോസ് സെക്ഷൻ ചെറുതായി വരും, such that it resembles that of a neck, അല്ലേ. ഈ ഏരിയ ഇവിടെ ഉള്ള ഏരിയ ഇല്ല ഇവിടെ, അപ്പോൾ അങ്ങനെ അത് കുറഞ്ഞ് അത് നെക്ക് പോലെ ആവുന്നു. അപ്പോൾ ആ നെക്കിംഗ് പ്രോസസ്സ് ഒരു പ്രോഗ്രസീവായിട്ട് എന്താണ്, ഏരിയ കുറഞ്ഞ് വന്നാണ് അവസാനമാണ് പൊട്ടുന്നത്. അപ്പോൾ ഈ പൊട്ടുന്ന പോയിന്റിലും എഗെയിൻ മൈൽഡ് സ്റ്റീൽ എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് കുറച്ചുകൂടെ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കപ്പ് ആൻഡ് കോൺ ഫെയിലർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് പറയാം. നോക്കി, ഇങ്ങനെ ഇരുന്ന മെറ്റീരിയൽ ഈ ക്രോസ് സെക്ഷൻ എന്ത് പറ്റും, നെക്കിങ് സംഭവിക്കും, അല്ലേ. നെക്കിങ് സംഭവിക്കുമ്പോൾ എന്താ, ഇങ്ങനെ ഉണ്ടോ, ഏരിയ കുറഞ്ഞു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ കുറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി 45 ഡിഗ്രിയിലെ ഫെയിൽ ആവുന്നു. അപ്പോൾ അവിടെ നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഒരു കപ്പ് ആൻഡ് കോൺ ഷേപ്പാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കപ്പ് ആൻഡ് കോൺ ഫെയിലിയർ ആണ് സംഭവിക്കുന്നത് നമുക്ക് പറയാം. പിന്നെ ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രിയിലാണ്. അപ്പം നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, ടെൻസൈൽ ഫോഴ്സ് ഓൺ സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ, MS മൈൽഡ് സ്റ്റീൽ ഫെയിലിയർ എങ്ങനെ സംഭവിച്ചത്, ഫെയിലിയർ ഈസ് അറ്റ് 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രിയിലാണ്. ആൻഡ് ദ ഫെയിലിയർ മോഡ് ഈസ് കോൾഡ് കപ്പ് ആൻഡ് കോൺ ഫെയിലിയർ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 45 ഡിഗ്രി ഫെയിൽ ആയെന്ന് കുറച്ചുകൂടെ പഠിക്കുമ്പോൾ മനസ്സിലാവും. വരുന്നൊരു ചാപ്റ്റർ പഠിക്കും. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എനിക്ക് അവിടുത്തെ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ഇതാ ഇങ്ങനെ 45 ഡിഗ്രിയിൽ തന്നെ ഫെയിൽ ആവാൻ ഒരു കാരണമുണ്ട്. ഈ ഡയറക്ഷനിൽ ടെൻഷൻ കൊടുക്കുമ്പോൾ ഏത് മെറ്റീരിയലും അങ്ങനെയാണ്, ഈ ഡയറക്ഷൻ നമ്മൾ ടെൻഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ചെറുതാവുന്നുണ്ട്, അല്ലേ. അതിൻ്റെ കാരണം ഇവിടെ ഒരു അപ്പാരൻ്റ് ആയിട്ട് അവിടെ ഒരു കംപ്രഷൻ ഉണ്ടാകുന്നതുകൊണ്ട്. അപ്പം ഇങ്ങനെ ടെൻഷനും ഇങ്ങനെ കംപ്രഷനും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, കംപ്രഷൻ നമ്മൾ കൊടുത്തതല്ല, അതിനകത്ത് സംഭവിക്കുന്നത് ഇങ്ങനെ കംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ 45 ഡിഗ്രിയിൽ ഷിയറിങ് സംഭവിക്കുന്നുണ്ട്. ഷിയറിങ്, ഓക്കെ, അതായത് ഇതിനകത്ത് ഷിയർ ഫെയിലിയർ സംഭവിക്കുന്നുണ്ട്, മനസ്സിലായോ, ഷിയറിങ്. അപ്പോൾ ആ ആക്സിസിൽ കൂടെയാണ് ഫെയിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷിയർ ഫെയിലിയർ സംഭവിച്ചത്, ഷിയർ ഫെയിലിയർ. ഓക്കെ, ഇതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കും. സോ അപ്പോൾ നമ്മൾ ഇന്ന് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീലാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ചെറിയ ചില ഡെഫിനിഷൻസ് വന്നു. മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ, എന്താണ് ഇലാസ്റ്റിക് മെറ്റീരിയൽ, എന്താണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു. പ്ലാസ്റ്റിക് റീജിയൻ എന്താണ്, ഇതാണ് ഇലാസ്റ്റിക് റീജിയൻ എന്നും ഇതാണ് പ്ലാസ്റ്റിക് റീജിയൻ എന്നും ഒക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ ഏതാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ. പല റീജിയൻസ് ഉണ്ടെന്നും അൾട്ടിമേറ്റ്ലി അവനെ നമ്മൾ വാലിച്ച് കൊന്നുകളഞ്ഞു, അല്ലേ. കൊന്നുകളഞ്ഞ പോയിന്റ്, ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതാണ് ബ്രേക്കിംഗ് പോയിന്റ് അല്ലെ ഫെയിലിയർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ഇവിടെ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് ഉണ്ടായിരുന്നു, അല്ലേ. ഇവിടെ ഒരു പ്ലാസ്റ്റിക് റീജിയൻ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ കണ്ടു, മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ കണ്ടു. അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം കൂടെ നമ്മൾ പറഞ്ഞു, സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് എന്താണ്, ജനറലി നമ്മൾ
പോയിന്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ മോഡുലസ് ഓഫ് സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കും. ഇനി കറക്റ്റ് അപ് ടു ഫെയിലർ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് വിളിക്കും. ഇനി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് വിളിക്കുമെന്ന ഒരു പോയിന്റ് കൂടി നമ്മൾ അഡീഷണലി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക. സ്ട്രെസ് സ്ട്രെയിൻ കർവിന് പകരം അഥവാ പി ഡെൽറ്റ കർവ് ഇരിക്കും, ഇതിനെ നമ്മൾ ലോഡ് ഡിഫ്ലക്ഷൻ കർവ് എന്ന് വിളിക്കും. അതായത് ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കർവ്, സ്ട്രെസ്സിന് പകരം ഞാനിവിടെ അപ്ലൈ ചെയ്ത ലോഡും അല്ലെങ്കിൽ റീസ്റ്റോറിങ് ഫോഴ്സും, അതുപോലെ ഇവിടെ താഴെ സ്ട്രെയിനിന് പകരം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ എലോങ്ങേഷൻ, ഡിഫ്ലക്ഷൻ മാർക്ക് ചെയ്തിരുന്നെങ്കിൽ സിമിലർ ആയിട്ടുള്ള കർവ്സ് നമുക്ക് ലോഡ് ഡിഫ്ലക്ഷൻ കർവ് എന്ന് പറഞ്ഞ് നമുക്ക് സിമിലർ ആയിട്ടുള്ള കർവ്സ് അവിടെയും കിട്ടും. ഇപ്പം നമ്മൾ വരച്ചത് സ്ട്രെസ്സും സ്ട്രെയിനും ആണെങ്കിലും നിങ്ങൾക്ക് ലോഡും ഡിഫ്ലക്ഷനും വെച്ചുകൊണ്ടും കർവ് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പം കിട്ടുന്നത് നോക്കി, അങ്ങനെ വരയ്ക്കുമ്പം കിട്ടുന്ന ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജിയും, ഫെയിലർ വരെയാണെങ്കിൽ ടഫ്നെസ്സും, ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണെങ്കിൽ റെസിലിയൻസും ആണ്. ഓക്കെ, പക്ഷേ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു മോഡുലസ് ഓഫ് സ്ട്രെയിൻ എനർജി എന്നും മോഡുലസ് ഓഫ് ടഫ്നെസ് എന്നും മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്നും വേണം ആ പേരുകളെ വിളിക്കാനായിട്ട്. അപ്പോൾ ലോഡ് ഡിഫ്ലക്ഷൻ കർവിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി, നിങ്ങൾ ഡിഫ്ലക്ഷനാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത്, നിങ്ങൾ വലിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് സാധനത്തിന്. ഇത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഡിഫ്ലക്ഷൻ കൂടി വരും. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കൂടി വരും അല്ലേ. കൂടുതൽ വലിക്കാൻ നമ്മൾ നോക്കുമ്പം, അതായത് ആദ്യത്തെ 1 mm വലിക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടാവും അല്ലേ, അതിനേക്കാളും സ്ട്രെങ്ത് കൊടുക്കണം അടുത്ത 1 mm വലിക്കാനായിട്ട്. അതാണ് ഇത് കൂടി പോകാനായിട്ട് റീസൺ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ വടംവലി മത്സരം പോലെ തന്നെ അവിടെ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷേ വീണ്ടും വലിച്ചുകൊണ്ട് വീണ്ടും അത് പ്രോഗ്രസീവ്ലി നടക്കണമെങ്കിൽ കൂടുതൽ നമുക്ക് എനർജി കൊടുക്കണം. അതാണ് ഇത് മേലോട്ട് പോകാൻ കാരണം. അത് കഴിഞ്ഞ് ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ആ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും, പിന്നീട് അങ്ങനെ ഒരു റേറ്റ് ഇല്ലാതെ വരും അല്ലേ, പിന്നെ അത് ഫ്ലാറ്റ് ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നേച്ചർ. അപ്പോൾ ഇതേ സംഗതി തന്നെ നമുക്ക് എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് വേഴ്സസ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ലോഡ് ഡിഫ്ലക്ഷൻ കർവ് എന്ന് പറയുന്ന ഒരു കർവ് വരച്ചാലും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താം. അവിടെ ഏരിയ എടുക്കുമ്പോൾ ഈ പറയുന്ന ഇലാസ്റ്റിക് ലിമിറ്റ് വരെ മാത്രമാണ്, ഈ പോയിന്റ് വരെ മാത്രമാണ് നിങ്ങൾ ഏരിയ എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വെറും റെസിലിയൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് മാത്രമാണെങ്കിൽ ഇത്രത്തിന് നമുക്ക് ഡെൽറ്റ എന്ന് ഇത്രത്തിന് നമുക്ക് പി എന്നും ഇത്രത്തിന് നമ്മൾ ഡെൽറ്റ എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കുലർ ഏരിയ ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റയാണ്. ശരിയല്ലേ? നേരെ മറിച്ച് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലേ, അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ എടുത്തു കഴിയുമ്പം ഹാഫ് പി ഡെൽറ്റയാണ് ഈസ് ഏരിയ അണ്ടർ ലോഡ് ഡിഫ്ലക്ഷൻ കർവ് അല്ലേ. അതിനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ അണ്ടർ പി ഡെൽറ്റ കർവ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പി ഡെൽറ്റയാണ്. സിമിലർലി സ്ട്രെസ് സ്ട്രെയിൻ കർവ് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആയിരിക്കും അല്ലേ, ഈസ് ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതാണ് എന്ത്, ഈ ഹാഫ് പി ഡെൽറ്റ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെസിലിയൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഹാഫ് സ്ട്രെസ് സ്ട്രെയിനിനെ എന്ത് വിളിക്കും, മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് വിളിക്കും. മോഡുലസ് ഓഫ് റെസിലിയൻസ് അല്ലെങ്കിൽ റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം എന്ന് വിളിക്കും. ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കുമോ? റിലേഷൻ ഉണ്ട് ആക്ച്വലി. നിങ്ങൾ നോക്കി, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ, റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണല്ലോ. ഇനി ഹാഫ് പി ഡെൽറ്റ ഇവിടെ കിടക്കുക കണ്ടോ, ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് റിഫ്ലക്ഷൻ ഡെൽറ്റ എൽ. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ലെങ്ത് എന്താ, അത് വോളിയമാണ്. അപ്പോൾ ഈ ഹാഫ് പി ഡെൽറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് റെസിലിയൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റെസിലിയൻസ് ബൈ വോളിയം, ഐഡിയ കിട്ടിയോ? അപ്പോൾ ഹാഫ് സ്ട്രെസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി ഹാഫ് പി ഡെൽറ്റ ബൈ വോളിയം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം എന്ന് വിളിക്കാൻ കാര്യം. ഓക്കെ, അപ്പോൾ ഹാഫ് പി ഡെൽറ്റ എന്ന് പറയുന്നത് വെറും റെസിലിയൻസ് ആണ്. നേരെ മറിച്ച് ഹാഫ് സ്ട്രെസ് സ്ട്രെയിൻ എന്ന് പറയുന്നത് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയമാണ്. അതിനെ മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ റെസിലിയൻസ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഇതുപോലെ തന്നെ ടഫ്നെസ്സിൻ്റെ കാര്യവും പറയാം. ടഫ്നെസ് പക്ഷേ അപ് ടു ബ്രേക്കിംഗ് പോയിന്റ് ആണ് അല്ലെങ്കിൽ ഫെയിലിയർ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേബിൾ കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. എ പാർട്ടിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മത്സര പരീക്ഷകളിൽ ചറവറ ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അപ് ടു ഫെയിലിയറും അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ നമ്മൾ ജനറലി പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഏരിയ അണ്ടർ ദി കർവ് ഓഫ് പി ഡെൽറ്റ കർവ് സ്ട്രെയിൻ എനർജിയും ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് മോഡുലസ് ഓഫ് സ്ട്രെയിൻ എനർജി ആയിരിക്കും. ഓക്കെ.
അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഏതെങ്കിലും പോർഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻസും ഒക്കെ തരാം. കൂടുതൽ ഇപ്പോൾ ഇതുവരെയുള്ള പോർഷനിൽ നമുക്ക് പ്രോബ്ലംസ് അല്ല, തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് പ്രോബ്ലംസിൻ്റെ ഉള്ള സ്കോപ്പ് വളരെ കുറവാണ്. ഓക്കെ, മുന്നോട്ട് നമ്മൾ ആക്ച്വലി ഇനി ഒരു മെറ്റീരിയലിനെ പിടിച്ച് ഇങ്ങനെ ഒരു ബാർ, ഒരു സ്റ്റീൽ ബാർ ഉണ്ട്, അതിൻ്റെ പുറത്ത് ഒരു ലോഡിങ് ഉണ്ടായി, ആ ലോഡിങ് ഒരു 10 ന്യൂട്ടൺ ആണ് എന്നും അതുപോലെ ഇതിനൊരു ക്രോസ് സെക്ഷണൽ ഏരിയ എ ഈക്വൽ ടു ഇത്രയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെയെങ്കിൽ ഇത് എത്രമാത്രം ഇലോങ്ങേറ്റഡ് ആയി എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിരിക്കുക അത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണെന്ന്. അപ്പോൾ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചോടെ എങ്കിൽ ഡിഫ്ലക്ഷൻ എത്ര, ഡെൽറ്റ എത്ര എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡെൽറ്റ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് അല്ലേ. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. അപ്പോൾ ഇത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണെന്നൊരു ക്ലൂ അവിടെ തന്നിട്ടുണ്ട്. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് ക്യാപിറ്റൽ ഇ. ഇത് നമുക്കറിയാം. അപ്പോൾ ഈ സ്ട്രെസ്സിന് പകരം പി ബൈ എയും സ്ട്രെയിനിന് പകരം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു ഇ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒറ്റയടിക്ക് നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് നമുക്ക് എഴുതാം ഡെൽറ്റ ഈക്വൽ ടു പി എൽ ബൈ എ ഇ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തും. മനസ്സിലായോ? അപ്പം മുന്നോട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് ഈ ഫോർമുല ബേസ് ചെയ്തിട്ടായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിറൈവ് എടുക്കാൻ പറ്റി. ഒറ്റ അസംഷനേ ഉള്ളൂ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് യങ്സ് മോഡുലസ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത് എലോങ്ങേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ. പി എന്തായിരിക്കും? അവിടെ അപ്ലൈ ആയ ഫോഴ്സ് ആണ് പി. എ എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിലെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണോ അതായിരിക്കും എ എന്ന് പറയുന്നത്. എ. ഇ എന്താണ്? യങ്സ് മോഡുലസ്. അതായത് ആ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുമ്പോൾ ആദ്യത്തെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെയുള്ള ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിളിൻ്റെ ടാൻ തീറ്റ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ എത്രമാത്രം എലോങ്ങേറ്റഡ് ആയെന്ന് കിട്ടും. ലോഡ് റിമൂവ് ചെയ്യുമ്പം ആ മെറ്റീരിയൽ വീണ്ടും പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. മനസ്സിലായോ? അപ്പോൾ തുടക്കത്തിൽ ഇൻഫാക്ട് ഈ സെമസ്റ്ററിൽ ഉടനീളം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ എലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒക്കെ ഡിസൈൻ ലെവലിലേക്ക് മുന്നോട്ടുള്ള സെമസ്റ്ററുകളിലേ പഠിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം മെക്കാനിക്സിനകത്ത് നിങ്ങൾ റിജിഡ് ബോഡി മെക്കാനിക്സ് പഠിച്ചു അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിന് ഡിഫ്ലക്ഷനേ ഇല്ല. ഇപ്പം നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വന്നു. നിങ്ങൾ ആദ്യം നിന്നത് റിജിഡ് ബോഡി ആയിരുന്നു. നോക്കി, യാതൊരു ഡിഫ്ലക്ഷനും ഇല്ലാത്ത റിജിഡ് ബോഡി ആയിരുന്നു. സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ഐഡിയയിൽ നിൽക്കുമായിരുന്നു. പക്ഷെ അത് ഐഡിയൽ കേസ് മാത്രമാണ്. റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയലിനും ആദ്യം എന്തുണ്ട്? ഒരു ഇലാസ്റ്റിക് റീജിയൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇലാസ്റ്റിക് റീജിയനിലുള്ള കാൽക്കുലേഷനിലേക്ക് വരാൻ വേണ്ടിയാണ് ഇത്ര ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞത്. എത്രമാത്രം ഡിഫ്ലക്ഷൻ ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു. ഡെൽറ്റ ഈക്വൽ ടു പി എൽ ബൈ എ എന്നൊരു ഫോർമുലയുണ്ട്. ഇത് മണപ്പാടമാക്കുക, ആവശ്യം വരും. ഫോർമുല പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സിമ്പിൾ സാധനമാണ്. ഇനിയും മുന്നോട്ട് ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ വരുന്ന സെമസ്റ്ററുകളിലേ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് നമുക്ക് ഈ പറഞ്ഞ ടെൻഷൻ കൊടുക്കുമ്പോഴും കംപ്രഷൻ കൊടുക്കുമ്പോഴും ഇനി ബെൻഡിങ് കൊടുക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ മാറും. ബെൻഡിങ്ങിൻ്റെ സമയത്ത് ഹോഗിങ് സാഗിങ് ഒക്കെ സംഭവിക്കും. ആ സമയത്ത് എത്രമാത്രം ഡിഫ്ലക്ഷൻ ഓരോരോ പോയിന്റിൽ സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ടോർഷൻ ഉണ്ടാവും. ഇങ്ങനെ ഈ ടോർഷൻ ഉണ്ടാകുമ്പോൾ എത്രമാത്രം ട്വിസ്റ്റ് ഇവിടെ ഉണ്ടായി, എത്രമാത്രം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഉണ്ടായെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഇതെല്ലാം വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഉള്ള കാൽക്കുലേഷൻസ് ആണ് ഈ സബ്ജക്റ്റിലുടനീളം നിങ്ങൾ പഠിക്കുക. അപ്പം സബ്ജക്റ്റിനെ പറ്റിയും അതുപോലെ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവും ആ കർവിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ ക്ലാസിഫിക്കേഷനും അതുപോലെ ആ ഏരിയ അണ്ടർ ദി കർവ് അല്ലേ. നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണെന്ന് പറഞ്ഞു. സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ സ്ലോപ്പ് എന്താണ്? യങ്സ് മോഡുലസ് ആണ്. പക്ഷേ ഏരിയ അണ്ടർ ദി കർവ് എന്താണ്? അപ്പോൾ നമ്മൾ സ്ട്രെയിൻ എനർജി എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. ഇനി അത് സ്പെസിഫൈ ചെയ്ത് എലാസ്റ്റിക് ലിമിറ്റ് വരെ പറയുകയാണെങ്കിൽ അത് റെസിലിയൻസ് ആണെന്നും, സ്പെസിഫൈ ചെയ്തിട്ട് റപ്ചർ പോയിന്റ് വരെ പറയുകയാണെങ്കിൽ അത് ടഫ്നെസ് ആണെന്നും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. മോഡുലസ് ഓഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് ടഫ്നെസ് ഒക്കെ കണ്ടു. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ വരച്ച് കാണിച്ചിരുന്നു. അപ്പോൾ ആ ടേബിൾ വെച്ചിട്ട് നിങ്ങളത് പഠിക്കുക. ഓക്കെ, ആ ടേബിളിൽ ആദ്യം ഒരു പി ഡെൽറ്റ കർവ് കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പ്രോബ്ലംസ് ഒരുപാട് ചെയ്യണം, മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. താങ്ക്